السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولنا وحبيبنا وقدوتنا محمد وعلى آله وصحبه وسلم تسليما كثيرا. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാനമുള്ള സത്യവിശ്വാസിനികളെ, സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റഹ്മാനായ റബ്ബിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചു പുലർത്തി തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ റമദാനിൽ ധാരാളം ഇബാദത്തുകൾ കൊണ്ട് നമ്മുടെ സമയങ്ങളെ ധന്യമാക്കുവാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം റബ്ബിന് ഇഷ്ടപ്പെട്ട സ്വാലിഹായ അമലുകളായി നമ്മളിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. സഹോദരന്മാരെ, നമ്മൾ സംസാരിച്ചു വരുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അറിയാതെ വന്നു പോകുന്ന അബദ്ധങ്ങളും ശ്രദ്ധിക്കാതെ വന്നു പോകുന്ന പിഴവുകളുമാണ് നമ്മൾ സംസാരിച്ചു വരുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, അൽ ഇസ്തിഹ്സാഉ ബിദ്ദീൻ, ദീനിന്റെ നിയമങ്ങളെ, നിർദ്ദേശങ്ങളെ, പ്രമാണങ്ങളെ നമ്മൾ അറിയാതെ അതിനെ പരിഹസിക്കുന്ന, അതിനെ കൊച്ചാക്കുന്ന, വില കൊടുക്കാത്ത, ആ വില കൊടുക്കായ്മ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് പരലോകത്ത് നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. ദീനിന്റെ എന്തെങ്കിലും ഒരു നിർദ്ദേശം, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, റസൂലുള്ളാഹി പറഞ്ഞത്, അല്ലാഹു പറഞ്ഞത്, അല്ലെങ്കിൽ ദീനിന്റെ ചിഹ്നങ്ങൾ, അതിനെ തമാശയാക്കുക, പരിഹസിക്കുക. എന്താ പണ്ട് താടി കണ്ട ഒരു കൂസം താടി വെച്ച് നടക്കണം എന്നൊരാൾ പറഞ്ഞു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദശക്കണക്കിന് ഹദീസുകളിലൂടെ താടി വെക്കുന്നതിനെ കുറിച്ചും അതിന്റെ പുണ്യത്തെക്കുറിച്ചും, അത് നിങ്ങൾ താടി വെറുതെ വിടണം എന്നുള്ളതും മീശ വെട്ടി ഒതുക്കണമെന്നും താടിയെ സമൃദ്ധമാക്കണമെന്നും ഇങ്ങനെ ഒട്ടനേകം ഹദീസുകൾ സ്വഹീഹായിട്ട് റസൂലുള്ളാഹിയിൽ നിന്നും കിട്ടിയ ഒരു മനുഷ്യൻ ആ സുന്നത്തെടുക്കാൻ വേണ്ടി അയാളുടെ വന്ന താടി അയാൾ വെക്കുന്നു. താടി വെപ്പ് താടി വേണ്ട, ഉള്ളത് വെച്ചാൽ മതി. അപ്പൊ വേറൊരുത്തം പറയാണ്, എന്താ എന്റെ താടിന്റെ കോലം, കൊറ്റനാടിനെ പോലെ എന്ന് പറഞ്ഞാൽ അത് ദീനിനെ കളിയാക്കലാണ്, വലിയ ഗൗരവമാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ ഒരാൾ സുന്നത്തിൽ, അയാൾ ആ സുന്നത്തിന്റെ വിഷയത്തിൽ കണിശത പുലർത്തുമ്പോ, അതിൽ ഗൗരവം കാണുമ്പോ അതിനെ നിസ്സാരമാക്കുന്ന അവസ്ഥ. ഒരു ഇസ്ലാമിന്റെ ഡ്രസ് കോഡ് ഒരാൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പെണ്ണ് നല്ല നിലക്ക് അവൾ തലമറച്ച് ശരീരം മറച്ച്, കുറച്ചുകൂടി പണ്ഡിതന്മാർ ഏറെ പ്രബലമായ സുന്നത്താണെന്ന് പഠിപ്പിച്ചു, ചില പണ്ഡിതന്മാർ നിർബന്ധമാണെന്ന് പഠിപ്പിച്ചു. അതാണ് മുഖം മറക്കൽ. ഒരു പെണ്ണ് മുഖം മറച്ച് നടക്കുന്നു. അപ്പൊ നമ്മൾ പറയണേ, എന്താപ്പോൾ കരിമ്പടം വെച്ച് ഇങ്ങനെ നടക്കണം. അങ്ങനെ ദീനിന്റെ ഏതെങ്കിലും നിർദ്ദേശങ്ങളെയോ സുന്നത്തുകളെയോ പരിഹസിക്കുക എന്ന് പറഞ്ഞാൽ അത് കുഫ്റാണ്.
വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ടതാണ്. എല്ലാ സുന്നത്തും നമുക്ക് എടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷെ ഒരാൾ എടുക്കുന്നതല്ല, എടുക്കാതിരിക്കുന്നതല്ല. ഒരാൾ എടുക്കുന്ന ആളെന്നെ, ഒരു സുന്നത്ത് എടുക്കുന്ന ആളെന്നെ അതിനെ കുറിച്ച് ആ സുന്നത്തിന് വില കൊടുക്കുന്ന, വില മതിക്കുന്ന ഒരാളെ അയാളത് എടുക്കുമ്പോൾ, അയാളുടെ ഡ്രസ് കോഡ് കാണുമ്പോൾ, രൂപം കാണുമ്പോൾ അയാളെ ഒന്ന് മോശക്കാരനായി സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് കുഫ്റാണ്. വലിയ ഗൗരവത്തോടു കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഇങ്ങനെ ഒട്ടനേകം വിഷയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കണം എന്ന് വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുരുഷന്റെ തുണിയെക്കുറിച്ച്, വസ്ത്രത്തെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നിര്യാണിക്ക് താഴെ വസ്ത്രം ഇറങ്ങിയിട്ടുണ്ട്. ആ നിസ്കാരക്കാരന്റെ നിസ്കാരം സ്വീകരിക്കപ്പെടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നിര്യാണിക്ക് താഴെ വസ്ത്രം വലിച്ചിട്ട് നടക്കുന്ന ആൾ അത് കിബ്റിന്റെ അടയാളമാണ് എന്നുള്ളതൊക്കെ നമുക്ക് പണ്ഡിതന്മാർ വിശദീകരിച്ചിരുന്ന സംഗതിയാണ്. അപ്പൊ ഒരാള് ആ നിലക്കത് ശ്രദ്ധിച്ചു പോരുമ്പോ നമ്മൾ അയാളെ കളിയാക്കുക. ഈ വെള്ളപ്പൊക്കം കഴിഞ്ഞിട്ട് വരികയാണ്, അല്ലെങ്കിൽ നാട്ടിൽ വീട്ടിൽ വെള്ളം കയറിയിക്കണോ? വെള്ളം കയറുമ്പോണ്ടല്ലോ കാലൊന്നും കയറ്റിയെടുക്കല്ലേ. അപ്പോ ഇങ്ങനെ ദീനിന്റെ നിർദ്ദേശങ്ങളെ, ദീനിന്റെ പ്രമാണങ്ങളെ പരിഹസിക്കുന്ന അവസ്ഥ, ഇത് വളരെ ഗൗരവത്തോടു കൂടിയാണ് അള്ളാഹുവിനെ, അള്ളാഹിന്റെ റസൂലിനെ, ദീനിന്റെ നിയമങ്ങളെ, സഹാബത്തിനെ, ഇസ്ലാമിക പണ്ഡിതന്മാരെ, ഇതൊക്കെ ഇതിനൊക്കെ പരിഹസിക്കുന്നത്, ഇതൊക്കെ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളാണ്. ഇതിനെ പരിഹസിക്കുന്നത് വളരെ ഗൗരവമാണ് എന്ന് പറഞ്ഞു. മുഅ്മിനീങ്ങളെ പരിഹസിക്കുക, ദീന് കൊണ്ട് നടക്കുന്ന മുഅ്മിനീങ്ങളെ കുഫാറുകളുടെ സ്വഭാവമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. കുഫാറുകളുടെ അല്ലെങ്കിൽ ദീന് കൊണ്ട് നടക്കാത്ത ആളുകളുടെ സ്വഭാവമായി കൊണ്ട് അല്ലാഹു പറഞ്ഞു, ഇന്നല്ലദീന അജ്റമു കാനൂ മിനല്ലദീന ആമനൂ യൽഹഖൂൻ. ദുനിയാവിൽ മുഅ്മിനീങ്ങളെ കാണുമ്പോൾ ഇവര് കളിയാക്കും. എന്താ പോന്റെ കോലം, ഓൻ്റെ ഒരു സുന്നത്തെടുക്കല്, ഓൻ്റെ ഒരു താടിന്റെ കോലം, ഈയൊരു വലിയൊരു മുത്തഖി, ഞങ്ങളാരിതൊന്നുമല്ലേ എന്ന് പല കോലത്തിൽ നമുക്ക് പറ്റാത്തതൊക്കെ അതിനോട് നമുക്ക് ദേഷ്യം. വേറെ ആരും ചെയ്യാൻ പാടില്ല. അത് ഭയങ്കര കണിശതയാണ്, തീവ്രതയാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞാണ്, ഒരു തീവ്രതയില്ല. അള്ളാന്റെ റസൂല് പറഞ്ഞതെല്ലാം മുതവസ്സിത്താണ്. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ ലിതകൂനു ശുഹദാ അലന്നാസ്. നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷിയാകാൻ വേണ്ടി ഈ ദീനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മത്ത് വസത്താക്കി, ഈ ഉമ്മത്തിനെ. അപ്പൊ റസൂലുള്ള പറഞ്ഞതെല്ലാം മുതവസ്സിത്താണ്, അതിലൊരിക്കലും അതിരുകവിയലില്ല. അതിരുകവിഞ്ഞ ആളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. ഞാൻ ഈ കല്യാണം പോലും കഴിക്കില്ല, എന്നും ഇബാദത്ത് തന്നെ. റസൂലുള്ള പറഞ്ഞു, 100 മതി, 110 ആവണ്ട. ഞാനാണ് നിങ്ങളെക്കാൾ കൂടുതൽ എന്തുണ്ടാവുന്നത്, അള്ളാഹിനെ പേടിച്ച് ജീവിക്കുന്നത്. അപ്പൊ എന്നേക്കാൾ ഓവറാണ്. ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്, ഞാൻ രാത്രി ഉറങ്ങുന്നില്ല എന്ന് പറഞ്ഞു. ഓനോടും റസൂലുള്ള ഇതാ പറഞ്ഞു. ഞാൻ എന്നും നോമ്പാണെന്ന് പറഞ്ഞു. റസൂലുള്ള ഇതന്നെ പറഞ്ഞത്. അപ്പോ 100 മതി, 110 ആവണ്ട എന്നർത്ഥം. അപ്പോ ഈ മുതവസ്സിത്തായ മധ്യമമായ നിലപാടാണ് റസൂലുള്ള പഠിപ്പിച്ചതെല്ലാം. അതിന് വേറൊരാള് ഭയങ്കര ഓവറാണ്, അനുഷ്ഠാന തീവ്രവാദികൾ എന്നാണ് നമ്മളെ കുറിച്ച് ചില ആളുകൾ പറയാം. അനുഷ്ഠാന തീവ്രവാദികൾ, സുന്നത്തിനെയൊക്കെ അവർ പരിഹസിക്കുന്നു. കുറെ ഇസ്ലാമിക വിഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ നിലക്കുള്ള ആളുകളെ, ബാർബറുടെ കരങ്ങൾ സ്പർശിച്ചിട്ടില്ലാത്ത താടി രോമങ്ങൾ. ചില ആളുകൾ പറയാം, ബാർബറുടെ കരങ്ങൾ സ്പർശിച്ചിട്ടില്ലാത്ത താടി രോമങ്ങൾ. അപ്പൊ എന്താ ഉദ്ദേശിക്കുന്നത്? താടി തൊട്ടിട്ടില്ല, താടി പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലെ പഠിപ്പിച്ച പോലെ പിന്നെ അത് വിടുന്നു. അതേപോലെ തന്നെ മുട്ടിന് താഴെ പെട്ടെന്ന് അവസാനിക്കുന്ന മിനിസ്കർട്ട്, മുട്ടിന് താഴെ പെട്ടെന്ന് അവസാനിക്കുന്ന മിനിസ്കർട്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസാറുൽ മുഅ്മിൻ, മുഅ്മിനിന്റെ വസ്ത്രം അഥവാ അവന്റെ പാന്റ്, അവന്റെ തുണി ഏതുവരെയാണ്? അത് മുട്ടിനും കാൽമുട്ടിനും നിര്യാണിക്കും മധ്യത്തിലാണെന്ന് പറഞ്ഞു. കാൽമുട്ടിനും അതേപോലെ തന്നെ നിര്യാണിക്കും മധ്യത്തിൽ. ഇനി താഴെയാണെങ്കിൽ നിര്യാണി വരെ താന്നു പോകാം. അപ്പൊ ശരിയായ വസ്ത്രം എവിടെ? കാൽമുട്ടിനും അതേപോലെ തന്നെ നിര്യാണിക്കും മധ്യത്തിലാണ്. താവുകയാണെങ്കിൽ നിര്യാണി വരെ, അതിന്റെ അപ്പുറം പോകാൻ പാടില്ല. പിന്നെ പറയണം, ദന്തനിരകളിൽ സദാ വിഹരിക്കുന്ന അറാക്കിൻ കൊള്ളികൾ. ദന്തനിരകളിൽ സദാ വിഹരിക്കുന്ന അറാക്കിൻ കൊള്ളികൾ. 3 പ്രയോഗങ്ങളാണ് നടത്തിയത്. ആരാണ്? അഥവാ ജമാഅത്തെ ഇസ്ലാമിയുടെ അവരുടെ മുഖപത്രത്തിൽ വന്നതാണ്. ഒരു 2-4 വരി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 100 കണക്കിന് ഹദീസുകളെയാണ് പരിഹസിച്ചത്. എന്താ പറഞ്ഞത്? മുട്ടിന് താഴെ പെട്ടെന്ന് അവസാനിക്കുന്ന മിനിസ്കർട്ട്,
ബാർബറുടെ കരങ്ങൾ സ്പർശിച്ചിട്ടില്ലാത്ത താടി രോമങ്ങൾ, അതുപോലെ തന്നെ ഗന്ധനിരകളിൽ സദാ വിഹരിക്കുന്ന അറാക്കിൻ കൊള്ളികളും ഈ സലഫി മുതശദ്ദിദുകളെ വ്യതിരിക്തമാക്കുന്നു. ഈ സലഫി മുതശദ്ദിദുകൾ അതിരി കവിഞ്ഞ ആളുകൾ ആണോ? ഇത് അതിരി കവിച്ചലാണോ? അപ്പൊ അത്രയുള്ള സുന്നത്തിനോടുള്ള പ്രതിബദ്ധത. ചെയ്യൂല എന്നാ ചെയ്യണോലെ കളിയാക്കുക, ദീൻ എടുക്കുന്ന ആൾക്കാരെ കളിയാക്കുക. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അറിയാതെ വന്നിട്ടുണ്ടെങ്കിൽ വലിയ ഗൗരവമാണ്. ഇത് ചെയ്യുന്ന മുഅ്മിനീങ്ങളെ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ മുഅ്മിനീങ്ങൾ നടന്നു പോകുന്ന സമയത്ത് ഇവര് മുഅ്മിനീങ്ങളെ കണ്ണിറുക്കി ഗോഷ്ഠി കാണിച്ച് കളിയാക്കുമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, എന്തേലും ഇവര് വലിയ ഹോജാക്കന്മാരായിരുന്നു, ഇവര് വലിയ രാജാക്കന്മാരായിരുന്നു, അള്ളാന്റെ ദീനിന് പുറംതിരിഞ്ഞിരുന്നു, സുന്നത്തിനോട് പുറംതിരിഞ്ഞിരുന്നു. അത് ചെയ്യുന്ന ആളുകളെ കളിയാക്കുകയും ഗോഷ്ഠി കാണിക്കുകയും ചെയ്യുന്ന ആളുകളായിരുന്നു. എന്നിട്ട് വിശുദ്ധ സൂറത്ത് തൗബയിൽ അല്ലാഹു പറയാണ്, ഫയസ്ഖറൂന മിൻഹും സഖറല്ലാഹു മിൻഹും വലഹും അദാബുൻ അലീം. അവർ മുഅ്മിനീങ്ങളെ കളിയാക്കുകയായിരുന്നു, പക്ഷെ അല്ലാഹുവാണ് അവരെ കളിയാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് കളിയാക്കുന്നത്. അതുകൊണ്ട് ഇത് ഗൗരവത്തിൽ കാണണം സഹോദരന്മാരെ. മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി നവാഖിദുൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു പ്രസിദ്ധമായ ഒരു ചെറിയ ഗ്രന്ഥമുണ്ട്. ഇസ്ലാമിനെ തകർക്കുന്ന പൊളിക്കുന്ന കാര്യങ്ങൾ, അതിൽ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം എണ്ണി പറയും. അതിൽ ഒന്ന് എന്താണെന്നറിയോ? അദ്ദേഹം പറയുകയാണ്, മനിസ്തഹസാ ബിശൈഇൻ മിൻ ദീനി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔ സവാബിഹി ഔ ഇഖാബിഹി കഫറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ദീനിലെ ഏതെങ്കിലും ഒരു നിയമത്തെ, ഒരു നിർദ്ദേശത്തെ ആരെങ്കിലും തമാശയാക്കി, പരിഹസിച്ചു, ബിശൈഇൻ മിൻ ദീനി റസൂൽ, ദീനിന്റെ ഏതെങ്കിലും നമ്മൾ ചെയ്യണില്ല എന്ന് വിചാരിക്കുക. ഒരാൾ നെരിയാണിക്ക് താഴെ വസ്ത്രമിട്ട് നടക്കുകയാണ്, അയാള് നെരിയാണിക്ക് മുകളിൽ വസ്ത്രമിട്ട് നടക്കണാൽ കളിയാക്കുന്നില്ല, നല്ല മനുഷ്യൻ, ഇതെനിക്ക് എടുക്കാൻ പറ്റുന്നില്ല, ഞാൻ അതിൽ ഹറാം ചെയ്യാണ്, അയാൾ സുന്നത്ത് എടുക്കണം അൽഹംദുലില്ലാഹ് എന്നാണ് അയാളെ നിലപാട്. നേരെ മറിച്ച് വേറൊരു മനുഷ്യൻ, അയാൾ നെരിയാണിക്ക് മുകളിലാണ് വസ്ത്രമിട്ട് എടുക്കുന്നത്, എന്നിട്ട് നെരിയാണിക്ക് മുകളിൽ വസ്ത്രമിട്ട് എടുക്കുന്ന വേറൊരാളെ കണ്ടപ്പോ എന്താ എന്റെ കോലം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ എന്താ എന്റെ താടിന്റെ കോലം, എന്തൊരു കോസം താടി വെച്ച് നടക്കണം എന്ന് താടി വെച്ച് ഫ്രീക്ക് താടി വെച്ച് നടക്കണ ഒരുത്തൻ ഇസ്ലാമിന്റെ ദീനിന്റെ താടി വെച്ച് നടക്കണവനെ കളവാക്കി. ഏതാ? ഒന്ന് കുഫ്റാണ്, ഒന്ന് ഒരു ഹറാമാണ്. അഥവാ ഓനെ നെരിയാണിക്ക് താഴെ വസ്ത്രം നട്ടു പോകണമെങ്കിൽ ആ ഹറാമാണ്, കുറ്റം കിട്ടും. മറ്റു കുഫ്റാണ്, ഏറ്റവും വലിയ ഗൗരവമാണ്. അതുകൊണ്ട് നമ്മുടെ സംസാരത്തിൽ ആരെങ്കിലും പറയുന്ന സമയത്ത് അതുപോലെ തന്നെ നമ്മൾ ചിരിക്കുക, ഇത് മോശാക്കുക, ഇങ്ങനെ ദീനിന്റെ ഏതെങ്കിലും ഒരു ദീന കൊണ്ട് തമാശ പറയാം, അള്ളാന്റെ ആയത്ത് കൊണ്ട്, റസൂലുള്ളാഹിന്റെ ഹദീസ് കൊണ്ട് തമാശ പറയാം. അപ്പോ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പറയാണ്, മനിസ്തഹസ ബിശൈഇൻ മിൻ ദീനി റസൂൽ, റസൂലുള്ള പഠിപ്പിച്ച ഈ ദീനിൽ എന്തെങ്കിലും ഒരു വിഷയത്തെ അതിനെ പരിഹസിക്കുകയോ ഔ സവാബിഹി ഔ ഇഖാബിഹി, ഔ സവാബിഹി ഔ ഇഖാബിഹി, അതിന്റെ ദീന് പഠിപ്പിച്ച ഒരു പുണ്യത്തെ, ദീന് പഠിപ്പിച്ച ഒരു ശിക്ഷയെ ആരെങ്കിലും മോശമാക്കിയിട്ടുണ്ടെങ്കിൽ കഫറ, കാഫിറായി. ഇപ്പൊ നമ്മൾ സാധാരണ പറയാറുണ്ട്, താടി ഇത് സുന്നത്തായതുകൊണ്ട് വെച്ചതാണ്. താടിമല്ലല്ലേ കൂലി, നിങ്ങൾ ഇങ്ങനെ കൂസം താടിക്കണീന് പഠിച്ചവർക്ക് കൂലിയല്ലേ പണി, നമ്മൾ കേൾക്കുന്നതാണ്. നിങ്ങൾ ഇങ്ങനെ കൂസം താടി വെച്ചുകൊണ്ട് പഠിച്ചവർക്ക് കൂലിയല്ലേ പണി, അള്ളാഹ് ഹൃദയത്തിലേക്ക് നോക്കണത്. ഇപ്പൊ നമ്മളെ പഠിപ്പിക്കണം, ദീനിനെ പഠിപ്പിക്കണം. അല്ലാഹു ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അല്ലാഹു ജമീലാണ്, അല്ലാഹു ഭംഗിയെ ഇഷ്ടപ്പെടുന്നു. എന്താ ഈ കോലം? എന്താണ് ഈ കോലം? ഒന്ന് വെട്ടി ഒതുക്കി നന്നാക്കി കൊണ്ടിടുന്നൂടെ, അല്ലെങ്കിൽ വടിച്ച് ക്ലീനാക്കി കൊണ്ടിടുന്നൂടെ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഭംഗിയുള്ളവനായതുകൊണ്ട് ഭംഗിയെ ഇഷ്ടപ്പെടുന്നു എന്നാ പറഞ്ഞത്. ഇവൻ ദീൻ ഇങ്ങോട്ട് പഠിപ്പിക്കുക. ഖുൽ അതുഅല്ലിമൂന അല്ലാഹ ബിദീനികും, അറാബികളോട് അല്ലാഹു സുബ്ഹാനഹു നിങ്ങൾ അല്ലാഹുവിന്റെ ദീൻ അങ്ങോട്ട് പഠിപ്പിക്കണം. അല്ലാഹ് ഭംഗിയുള്ളവനാണ്, ഭംഗിയെ ഇഷ്ടപ്പെടുന്നു എന്ന് പഠിപ്പിച്ച റബ്ബനെയാണ് താടി വെക്കണം എന്ന് പഠിപ്പിച്ചത്. താടി ഭംഗികളാണ് ആരോ പറഞ്ഞത്? ആണിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ഗാംഭീര്യതയും ആണിന്റെ സ്വഭാവവും ഷിയാറുമാണ് താടി എന്നുള്ളത്. അത് ഭൂമി ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ജീവലോകത്ത് എല്ലാ ആണുങ്ങൾക്കും കൊടുത്തിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഒരു ആൺസിംഹത്തെയും, നമ്മൾ മൃഗശാലയിൽ ചെന്ന് ഒരു ആൺസിംഹത്തെയും പെൺസിംഹത്തെയും കണ്ടു. ആൺസിംഹത്തെ നോക്കാൻ ആളുണ്ടാവുള്ളൂ, പെൺസിംഹത്തിന്റെ കൂട്ടിന്റെ സൈഡിൽ അല്ലെങ്കിൽ അതിന്റെ ഭാഗത്തേക്ക് ആരെ നോക്കണം? അവറ്റുകൾ അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. നേരെ മറിച്ച് നല്ല ഗാംഭീര്യമുള്ള സടയുള്ള ആൺസിംഹത്തെ കാണുമ്പോ എന്തൊരു ഭംഗിയാണ്, എല്ലാവരും കണ്ടു നിൽക്കുക അതിന്റെ ഗാംഭീര്യതയും അതിന്റെ ആ ഒരു ഊർജ്ജസ്വലതയും ഒക്കെ. കുറച്ചപ്പുറത്ത് നോക്കി അങ്ങോട്ട് അടുത്ത കൂട്ടിലേക്ക് പോയപ്പോ മയിലിന്റെ കൂടുണ്ട്.
അപ്പൊ അത് ആൺമയിലിനാണ് കാണാൻ രസം, പെൺമയിലിനെ കാണാൻ രസമുണ്ടോ? നമ്മളെ വീട്ടിലെ കൂട്ടിലെ പിന്നെ പൂവൻകോഴിയെ പിടക്കോഴിയെ രണ്ടാണ്. അതിന്റെ അടുത്ത് പെണ്ണുങ്ങൾക്ക് ചൊറുക്കില്ല എന്നല്ല, പെണ്ണുങ്ങൾ ഈ ക്ലാസ് കേട്ടിട്ട് ഞങ്ങൾക്ക് ചൊറുക്കില്ല നിങ്ങൾ പറഞ്ഞു മുദ്രാവാക്യം വിളിക്കേണ്ട ആവശ്യമില്ല. പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളുടെ ചൊറുക്കുണ്ട്, ആണുങ്ങൾക്ക് ആണുങ്ങളുടെ ചൊറുക്കുണ്ട്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചത് എല്ലാ ആണുങ്ങളെയും എടുത്തു നോക്കൂ. പെണ്ണിന് പെണ്ണിൻ്റെതായ സൗന്ദര്യമുണ്ട്, അടക്കവും ഒതുക്കവും മര്യാദയും. അവൾ ആദരിക്കപ്പെടേണ്ടവളാണ്. അവൾ പിന്നെ ചിപ്പിക്കുള്ളിലെ മുത്തായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അത് നമ്മൾ അവകാശം ഇസ്ലാമും മുഅ്മിനീങ്ങളും വകവെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ ദീനിനെ പരിഹസിക്കുക എന്നുള്ളത് അവൻ കാഫിറാവുന്ന പണിയാണ് എന്ന് പിന്നെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുകയാണ്. അപ്പോ ദീനിന്റെ ഏതെങ്കിലും കാര്യങ്ങൾ ഇപ്പൊ എല്ലാ കാലത്തേക്കും എല്ലാം പറ്റൂല. നിങ്ങൾ ദീനൊക്കെ ശരി തന്നെയാണ്, പക്ഷെ എല്ലാ കാലം ഇന്നിപ്പോ പല വിഷയങ്ങളിലും അങ്ങനെ തന്നെ ഒരുപാട് വിഷയം നോർമലൈസ് ചെയ്യപ്പെടും. ആണും പെണ്ണും കൂടി കലരുന്നത് ഇന്നത്തെ കാലത്ത് അതില്ല ഞാൻ പറ്റുമോ? നിങ്ങൾ എന്തായി പറയുന്നത്? പെൺകുട്ടികൾ ആൺകുട്ടിയൊക്കെ കൈ കൊടുക്കണം, മാഷന്മാര് ടീച്ചർമാർക്ക് കൈ കൊടുക്കണം, ഷെയ്ഖാൻ കൊടുക്കണം. അപ്പൊ അത് പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോട് കൊടുക്കണ്ട. നിങ്ങൾ ഏത് കാലത്ത് ജീവിക്കണം? ഇത് ഒരാൾ കൈ കൊടുത്ത് ആകാശം പൊളിഞ്ഞാടും, ഒപ്പരുന്ന് വിചാരിച്ച ആകാശം പൊളിഞ്ഞാടും, മടിയിൽ ഇരുന്നിച്ചിട്ട് ആകാശം പൊളിഞ്ഞാടും. എന്താ ബൈക്കുമ്പോ പോയി വിചാരിച്ച് കസിൻസുകൾ തമ്മിൽ ജേട്ടന്റെ മോളും അനിയന്റെ മോനും ബൈക്കുമ്പോ പോയിച്ചിട്ട് എന്താ പ്രശ്നം? ഓരോപ്പം ഇരുന്ന് പഠിച്ചിട്ട് എന്താ കുഴപ്പം? ഒരാളും 10ാം ക്ലാസ്സുകാരോ ഒരാളും +2കാരോ ഓരോപ്പം ഇരുന്ന് പഠിക്കണം. നിങ്ങൾ എന്താ എത്ര വലിയ സംഭവം? എന്നിട്ട് ഇവരെന്നെ പറയും കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അബദ്ധം സംഭവിച്ചു. എന്താ ചെയ്യാ? അള്ളാന്റെ ദീനിന്റെ പ്രമാണങ്ങളെ മോശമാക്കി അതിനെ 2ാം നമ്പറായി കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിടിക്കുമല്ലേ? യാതൊരു സംശയമില്ല. അള്ളാന്റെ ദീനത്. ഇത് ഞാനോ നിങ്ങളോ ഉണ്ടാക്കിയ സൂത്രവാക്യല്ല. മലിക്കുൽ ജബ്ബാറായ നാഥൻ ഏഴാനാകാശത്തിൽ അപ്പുറത്ത് നിന്ന് പടച്ചറപ്പ് മനുഷ്യന്റെ ജീവിതം നല്ല നിലക്ക് കൊണ്ടുപോകുന്നതിന് ഇഹലോകവും പരലോകവും ബാസുരമാക്കാൻ വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല നിർദ്ദേശങ്ങളാണ് ദീന്. അത് നമുക്ക് പറ്റുണ്ടോ? നമ്മളെ ബുദ്ധിക്ക് യോജിക്കുന്നുണ്ടോ? നമ്മളെ ബുദ്ധിയുടെ മോശയിലിട്ട് വാർത്ത യോജിച്ച് കാലഘട്ടത്തിലും നാട്ടിലേക്കൊക്കെ പറ്റുകയാണെങ്കിൽ മാത്രം എടുത്താൽ മതി എന്ന് പറഞ്ഞാൽ അത് കുഫ്റാണ്. വൽത്തകയുണ്ട് വെള്ളം കുടിക്കണം, വൽത്തകയുണ്ട് ഭക്ഷണം കഴിക്കണം. അപ്പൊ അതിന് കുറെ ന്യായീകരണങ്ങളാണ് പല ആൾക്കാരും. ഇതൊക്കെ നമ്മൾ എടുത്തു വരുന്നതാ പല ന്യായീകരണങ്ങൾ. ഇപ്പൊ താടിന്റെ കാര്യം പറയാം. എന്താണ് താടി പഠിച്ചത്? താടി പഠിക്കുന്നുള്ള ഹറാമാണ്. എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞു താടി പഠിക്കും. പിന്നെ വെട്ടണ വിഷയത്തിലെ ചർച്ചയുള്ളൂ. അപ്പൊ താടി എന്തെങ്കിലും പഠിച്ചത്? താടി ഭയങ്കര ചൊറിച്ചിലാണ്, വെച്ചാ ഭയങ്കര ഒരു അലർജി ചൊറിച്ചില്ല. അപ്പൊ ഇന്ന് മുടി അറിയില്ലേ? മുട്ടടിച്ചെടുക്കലില്ല, ഇല്ല, മുടി ചൊറിയുണ്ട്. അവന്റെ അത് കാരണം പറയണം. നമ്മൾ നമുക്ക് എടുക്കാൻ പറ്റാത്തതിനൊക്കെ കാരണം പറയും. പക്ഷെ സഹോദരന്മാരെ, നാവിന് സീൽ വെക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. കൈ സംസാരിക്കും, കാല് സാക്ഷ്യം പറയും, തൊലികൾ സംസാരിക്കും. നമ്മൾ ചെയ്തത് അന്ന് ന്യായീകരിക്കൂല, അവരുള്ളത് പോലെ പറയും. മനുഷ്യന്മാരാണ് എപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഖിയാമത്ത് നാളിൽ മനുഷ്യന്മാർ തർക്കിക്കുന്ന പഠിച്ചോനെ ആ നരകത്തിലേക്ക് പോകാനുള്ള പണി അവസാന കച്ചിത്തൂരും തർക്കം. മനുഷ്യന്മാര് തർക്കിക്കും. എത്രയാ അക്രമികളായ മനുഷ്യന്മാര്, ദുനിയാവിന്റെ ആളുകളായ ആള് പരലോകത്തെത്തുമ്പോ തർക്കിക്കും. പഠിച്ചോലെ ഞാൻ അതിലേക്ക് പോകാൻ ഞാൻ ചെയ്തിട്ടില്ല റബ്ബേ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബ. അന്റെ കാര്യം പറയാൻ അന്നെ വിചാരണ അയ്യന്നെ മതി. എന്നിട്ട് നാവിന് സീൽ വെക്കും, കൈയിനോട് സംസാരിക്കും. കൈ അങ്ങനെ സംസാരിക്കും. അവിടെ പോയിട്ടുണ്ട്, അവിടെ ചെയ്തിട്ടുണ്ട്, വൃത്തികേട് കണ്ടിട്ടുണ്ട്, ആരും കാണാൻ വാപ്പയില്ല, ഉമ്മല്ല, ഭാര്യയില്ല, ഭർത്താവില്ല, വൃത്തികേടുകൾ കണ്ടിട്ടുണ്ട്, ആസ്വദിച്ചിട്ടുണ്ട്, ഭാര്യയെ ചതിച്ചിട്ടുണ്ട്, ഭർത്താവിനെ ചതിച്ചിട്ടുണ്ട്, ലൈംഗിക രംഗത്ത്, കൗടുംബിക രംഗത്ത്, കുടുംബ രംഗത്ത്, അതേപോലെ തന്നെ രാഷ്ട്രീയ ജീവിതത്തിൽ, പെരുമാറ്റത്തിൽ, സാമ്പത്തിക രംഗത്ത് ഞാൻ വൃത്തികേടുകൾ ചെയ്തിട്ടുണ്ട്. ഞാനാണ് ആ ചെയ്തത്. കൈ പറയും ഞാൻ അങ്ങോട്ട് പോയിരുന്നു, ഞാനത് കണ്ടിട്ടുണ്ട്. കാല് പറയും സാക്ഷി പറയുകയാണ്. ഈ ഒരു ലോകം വരാനുണ്ട് പ്രിയമുള്ളവരെ. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ദീനിന്റെ നിർദ്ദേശങ്ങൾ നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ നിസ്സാരവൽക്കേണ്ട ആവശ്യമില്ല. എന്താ ഷെയ്ഖാൻ്റെ അടുത്ത് വിചാരിച്ചിട്ട്? കൂടെ വർക്ക് ചെയ്യുന്ന പെൺകുട്ടിയല്ലേ, കൂടെ വർക്ക് ചെയ്യുന്ന ആണല്ലേ, പെണ്ണല്ലേ, എന്നാ പോകുന്നു? ഒപ്പം ബൈക്ക് വിരിച്ചിട്ട് എന്താ പോലും കാറിൽ നിന്നും ഒരു 10 കിലോമീറ്റർ രണ്ടാൾക്കും ഓല ജോലി സ്ഥലത്തേക്ക് 10-15 കിലോമീറ്റർ ഉണ്ട്. സ്ഥിരമായി എന്നെ പുരുഷനും സ്ത്രീകളും ഞാൻ ഏതായാലും കാറിൽ ഫ്രീ ആയിട്ട് പോലും ചിന്റെ കൂടെ പോയി സ്ത്രീമായിട്ട് കൊണ്ടുപോകുന്നത്. എന്നിട്ട് 2-3 കൊല്ലം കഴിഞ്ഞ് വേണ്ട, ഒരു 4-5 മാസം കഴിയുമ്പോൾ തന്നെ 2 കുടുംബവും ബ്രോക്കൺ. 2 ഒരാണും പെണ്ണും ഒറ്റയ്ക്കിരിക്കുന്നത് ശൈത്താൻ ഉണ്ടാവുന്ന മുത്തുനബി പറഞ്ഞല്ലേ. ഒരാണും ഒരു പെണ്ണും ഒരു സ്ഥാപനത്തിൽ, ഓഫീസ് ആകട്ടെ, എന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആണ് അല്ലെങ്കിൽ എന്റെ സ്റ്റാഫ് ആണോ എന്ന് പറഞ്ഞ കാര്യമില്ല. ആ സ്റ്റാഫ് ഒരു പെണ്ണ് സ്റ്റാഫായി നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ കൂടെ വേറൊരു പെണ്ണുണ്ടാവണം.
അല്ലെങ്കിൽ സ്റ്റാഫായിട്ട് പെണ്ണും മുതലാളിയായിട്ടാണും ഓലിങ്ങനെ രാവും പകലും ഓലൊപ്പം തന്നെ. യാതൊരു സംശയമില്ല ശൈത്താൻ അവിടെ ഉണ്ടാവുന്ന റസൂലുള്ള പറഞ്ഞാണ്. അത് പിന്നെ രണ്ടാളെ കുടുംബം തകരാൻ കാരണം. അപ്പൊ ആദ്യം തന്നെ അതിന് വഴിമരുന്നിടാൻ പാടില്ല. അപ്പൊ ഇതിനൊക്കെ നോർമലൈസ് ചെയ്യുക, ഇതൊക്കെ നിസ്സാരമാക്കുക. ഇതൊക്കെ ഇന്നത്തെ കാലത്ത് നടക്കുവോ എന്ന് ചോദിച്ചാൽ എങ്ങനെ? ഇസ്ലാം എന്നത്തെ കാലത്ത് നടക്കും? വേണമെങ്കിൽ ചെയ്താൽ മതി, ഞാനുങ്ങളും വേണമെങ്കിൽ ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ചെയ്യണ്ട. അൽഹംദുലില്ലാഹ് ഇത് കേൾക്കുന്ന ആൾക്കാര് ഇങ്ങനെ ഉണ്ടോ ഇതൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ചെയ്യും. ഇസ്ലാമിന്റെ നിയമം ഇതാണ്, ഇസ്ലാമിന്റെ നിയമം ഇതാണ് എന്ന് മാത്രമല്ല സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കാര്യം, ഇങ്ങനെ ദീനിന്റെ നിയമങ്ങളെ കളവാക്കുന്ന പരിഹാസമാക്കുന്ന ആളുകൾ നമ്മളെ കൂട്ടത്തിലൊക്കെ ഉണ്ടാകും. ഓരോ കൂട്ടത്തിൽ കൂടാൻ പാടില്ല എന്ന് പറഞ്ഞു. പരിഹസിക്കരുത് എന്നല്ല പറഞ്ഞു, അവരെ കൂട്ടത്തിൽ കൂടാൻ പാടില്ല. എത്ര ആയത്തുകളാണെന്നറിയോ? നോക്കൂ നിങ്ങൾ, സൂറത്തുൻ നിസായിൽ 140-ാമത്തെ ആയത്ത് എന്താണ്? കളവാക്കരുതെന്നല്ല, ഇങ്ങനെയുള്ള ആളുകളുടെ രോഗം മുഅ്മിനീങ്ങളെ എനിക്കും നിങ്ങൾക്കും പകരും. ഇങ്ങനെയുള്ള ദീനിനെ കളവാക്കുന്ന, അതേപോലെ തന്നെ ഹദീസുകളെ കൊച്ചാക്കുന്ന, പ്രമാണങ്ങളെ കൊച്ചാക്കുന്ന, ബുദ്ധിക്ക് ചോദിച്ചാൽ എടുത്താൽ മതി, കാലഘട്ടത്തിന് പറ്റൂല, നാട്ടിന് പറ്റൂല, നാട്ടുകാർക്ക് പറ്റൂല എന്ന് പറയുന്ന ആളുകളെ കൂടെ നമ്മൾ നടക്കാൻ പാടില്ല. അങ്ങനെ നടന്ന ആ രോഗം പകരും. വല്ലാത്ത ക്യാൻസർ ആണിത്. നാളെ നമ്മളും പറയാൻ തുടങ്ങും, ഒന്നുമില്ലെങ്കിൽ ഓം പറഞ്ഞ് ചിരിച്ചു കൊടുക്കാൻ തുടങ്ങും. ഓം പറയുന്നതിന് ചിരിച്ചു കൊടുക്കാൻ തുടങ്ങും നമ്മള്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വഖദ് നസല അലൈക്കും വഖദ് നസല അലൈക്കും ഫിൽ കിതാബി അൻ ഇദാ സമിഅതും ആയാതില്ലാഹി യുക്ഫറു ബിഹാ വയുസ്തഹ്സഉ ബിഹാ ഫലാ തഖഉദൂ മഅഹും ഹത്താ യഖൂദൂ ഫീ ഹദീസിൻ ഗൈരിഹി ഇന്നകും ഇദം മിസ്ലുഹും. സൂറത്തുൻ നിസായിലെ 140-ാമത്തെ ആയത്ത്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തുകൾ ഇറങ്ങുന്ന സമയത്ത്, പടച്ച റബ്ബിന്റെ കിതാബിൽ നിന്നും ആയത്തുകൾ ഓതി കേൾപ്പിക്കുന്ന സമയത്ത്, അൻ ഇദാ സമയത്തും ആയാത്തില്ലാഹി യുക്ഫറു ബിഹാ വയുസ്തഹ്സഉ ബിഹാ, അല്ലാഹുവിന്റെ ആയത്തുകളെ പിന്നെ നിഷേധിക്കുന്ന, അതിനെ കളവാക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകളെ നിങ്ങൾ കേട്ടാൽ ഫലാ തഖഉദൂ മഅഹും, അങ്ങനെയുള്ള ആളുകളുടെ കൂടെ നിങ്ങൾ ഇരിക്കാനേ പാടില്ല. ഹത്താ യഖൂദൂ ഫീ ഹദീസിൻ ഗൈരിഹി, അവർ വേറെ സംസാരം നടത്തണങ്ങൾ ഇരുന്നോളി. അള്ളാന്റെ ദീനെ പരിഹസിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ആ പരിഹാസത്തിന് നിങ്ങൾ ഇരുന്നു കൊടുക്കുക, അതിന് ചിരിച്ചു കൊടുക്കുക, ഓല കൂടെ നടക്കുക, നിങ്ങളതിൽ നിൽക്കണ്ട. അങ്ങനെയായാൽ നിങ്ങളും അവരിൽ പെട്ടുപോകും. ഇനി സൂറത്ത് അൻആമിലെ 68-ാമത്തെ ആയത്ത്, വഇദാ റഅയ്തല്ലദീന യഖൂദൂന ഫീ ആയാതിനാ ഫഅരിദ് അൻഹും, നമ്മുടെ ആയത്തുകളിൽ തോന്നിയതുപോലെ അർത്ഥം വെക്കുകയും തോന്നിയ പോലെ പറയുകയും അതേപോലെ തന്നെ കളിയാക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ, അവരിൽ നിന്നും നിങ്ങൾ പിന്തിരിഞ്ഞു പോകണം. ഹത്താ യഖൂദൂ ഫീ ഹദീസിൻ ഗൈരിഹി, അവർ വേറെ വർത്താനം പറയണമെങ്കിൽ ഇതിന് കൂടെ കൂടാം. മനസ്സിലായില്ലേ? അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്? ഇത്ര ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കണം. ഫലാ തഖഉദൂ ബഅദ ദിക്റ വഇമ്മാ യൻസിയന്നക ശൈത്വാനു ഫലാ തഖഉദ് ബഅദ ദിക്റ മഅൽ ഖൗമിൽ ളാലിമീൻ. ശൈത്താൻ നമ്മളെ മറിപ്പിച്ചു കളയും. അതുകൊണ്ട് ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഇതിന് ശേഷം, ഈ ദിക്റിന് ശേഷം, നിങ്ങൾ ഇതൊക്കെ അറിഞ്ഞു മനസ്സിലാക്കിയതിനു ശേഷം എന്താണ്, പിന്നെ ഈ ളാലിമീങ്ങളായ ആളുകളുടെ കൂടെ നിങ്ങൾ കൂടാൻ പാടില്ല. അപ്പൊ കാലഘട്ടത്തിനനുസരിച്ച് നടക്കുക. ഇന്നിപ്പോ കുറെ ആളുകളുണ്ട് എന്ത്, മുടി ഇങ്ങോട്ട് വളർത്തിയിട്ട് പെണ്ണുങ്ങളെ പോലെ നടക്കുന്ന ആൾക്കാർ, മുടി വളർത്തിയിട്ട് മുടി കെട്ടിവെച്ച് നടക്കുകയാണ്. അതാരാ? ഏതൊരു സിനിമ അങ്ങനെ പെണ്ണുങ്ങളെ, ആണ് പെണ്ണുങ്ങളെ പോലെ ആകാൻ പാടില്ല, പെണ്ണ് ആണുങ്ങളെ പോലെ ആകാൻ പാടില്ല. ആണ് പെണ്ണിന്റെ വസ്ത്രം ഇടാൻ പാടില്ല, പെണ്ണ് ആണിന്റെ വസ്ത്രം ഇടാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചു. അല്ലാഹ് ശപിച്ചു, റസൂലുള്ളാഹി ശപിച്ചു. ഇങ്ങനെയുള്ള ആളുകളെ, നമ്മളെ പെൺകുട്ടികൾ ജീൻസ് പാന്റും ടീഷർട്ട് ഇട്ട് പോകുകയാണ് കല്യാണത്തിന്. ഇപ്പോ റോട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു നമ്മൾ പിന്നെ മുസ്ലിം സമുദായത്തിലെ കാര്യം പറയാം, എത്ര പെണ്ണുങ്ങളെ നല്ലൊരു ചുരിദാറും അതേപോലെ തന്നെ എന്താണ്, അല്ലെങ്കിൽ പർദ്ദട്ട് നടക്കുന്നത്, ചുരിദാർ ഇട്ട് നടക്കുന്ന എത്ര ആളുകൾ? മുഴുവൻ ഏറെക്കുറെ 90% പെൺകുട്ടികളും ജീൻസ് പാന്റും കുപ്പായവും. ആണിന്റെ വസ്ത്രം ഇടുന്ന പെണ്ണുങ്ങളെ അള്ളാഹു ശപിച്ചിരിക്കുന്നു, പെണ്ണിന്റെ ഡ്രസ് കോഡ് സ്വീകരിക്കുന്ന ആണുങ്ങൾ ശപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ, എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക, പടച്ചോനെ എന്റെ കുടുംബത്തിൽ നീ ഖൈറും ബർക്കത്തും കൊണ്ടാ, റഹ്മത്ത് കൊണ്ടാ. അള്ളാന്റെ റസൂൽ ശപിച്ച, അള്ളാഹു സുബ്ഹാനഹു വ തആല ശപിച്ച പണിയെടുക്കണം നമ്മുടെ കുട്ടികൾ, നമ്മുടെ പേരക്കുട്ടികൾ, നമ്മുടെ ഭാര്യമാര്. ഒരു പ്രശ്നമില്ലാതായി മാറിക്കഴിഞ്ഞു. അപ്പോ സ്ത്രീകളോട് സദൃശ്യപ്പെടുന്ന പുരുഷന്മാർ എങ്ങനെ മുടി ഇങ്ങനെ നീട്ടി വളർത്തി കെട്ടി നടക്കുകയാണ്, മുടി റബ്ബറിട്ട് റിബണിട്ട് നടക്കണ് പെണ്ണുങ്ങളെ പോലെ. ആണാ പെണ്ണെന്ന് തിരിച്ചറിയണില്ല. എന്നിട്ട് പിന്നെ താടി പഠിക്കുകയും ചെയ്യുക, മീശയും പഠിക്കുക, രണ്ടും പഠിക്കുക. അപ്പൊ പിന്നെ എന്തായി? തനിച്ച പെണ്ണുങ്ങളെ പോലെ തന്നെ.
എത്ര ഗൗരവമാണ് പ്രിയമുള്ളവരെ. ഇന്നത്തെ കാലം അങ്ങനെയല്ലേ, ഇപ്പൊ കുട്ടികളുടെ ട്രെൻഡ് അങ്ങനെയല്ലേ എന്ന് പറഞ്ഞ് അതിനെ നോർമലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഗൗരവമാണ് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള ദീനിനെ കളവാക്കുന്ന, നമ്മൾ ഒരുപാട് ഇന്നലെ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ചർച്ച ചെയ്ത പോലെ തന്നെ എന്തെങ്കിലും ദീനിനെ കളവാക്കുന്ന ഈ കുഫറിന്റെ ആളുകളുടെ എന്തെങ്കിലും പോസ്റ്റുകൾക്കോ അതേപോലെ തന്നെ അവരുടെ ദീനിനെ കളവാക്കുന്ന തമാശകൾക്കും പരിഹാസങ്ങൾക്കൊക്കെ നമ്മൾ ലൈക്ക് ഇട്ട് കൊടുക്കുക, കമന്റ് ഇട്ട് കൊടുക്കുക, അതിന് സ്വീകാര്യത കൊടുക്കുക, അത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം ഈ പറഞ്ഞ ആയത്തിന്റെ പരിധിയിൽ വരും. നിങ്ങൾ അവിടെ ഇരിക്കരുത്, നിങ്ങളത് കേൾക്കരുത്, എല്ലാം ഈ ആയത്തിന്റെ പരിധിയിൽ വരും പ്രിയമുള്ളവരെ. നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു സംഭവം ഉണ്ടായി. സൂറത്ത് തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, തബൂക്ക് യുദ്ധത്തിന്റെ സമയത്ത് തൗബയെ വിശദമായി കൊണ്ട് തബൂക്ക് യുദ്ധം പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിനെ കുറിച്ച് മുനാഫിക്കീങ്ങളിൽപ്പെട്ട ഒരുത്തൻ, അള്ളാന്റെ റസൂലിന്റെ സഹാബത്തിനെ കുറിച്ച് മുനാഫിക്കീങ്ങളെ കുറിച്ച് പെട്ട ഒരുത്തൻ പറയണം, മാ റഅയ്തു മിസ്റ ഖുറാഇന ഹൗലായി അർഗബു ബുതൂനൻ ലാ അർഗബു ബുതൂനൻ വലാ അകദബ അൽസനതൻ വലാ അജ്ബന ഇൻദൽ ലിഖാ. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെ കുറിച്ച് പറയാണ്, ഈ കൂട്ടരുണ്ടല്ലോ, ഈ ചങ്ങായിമാര്, ഇവര് ഭയങ്കര തീറ്റക്കൊതിയന്മാരാണ്. അതേപോലെ തന്നെ നാവെടുത്താ കളവേ പറയുള്ളൂ. ശത്രുക്കളെ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ, ഇസ്ലാമിന്റെ ശത്രുക്കളെ കുഫാറുകളെ കണ്ടുമുട്ടിയാൽ, യുദ്ധക്കളത്തിൽ കണ്ടുമുട്ടിയാൽ വമ്പം ഭീരുക്കളുമാണ്. അഥവാ ഇവര് വലിയ തീറ്റക്കൊതിയന്മാരാണ്, കളവിന്റെ ആശാന്മാരാണ്. ആരെ കുറിച്ച് പറഞ്ഞു? റസൂലുള്ളാഹിന്റെ സഹാബത്തിനെ കുറിച്ച് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞവരെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ഭയങ്കര ഭീരുക്കളാണ്. ഇങ്ങനെ ഒരു മുനാഫിഖ് പറഞ്ഞു. അപ്പൊ ഒരു സഹാബി ഇത് കേൾക്കുകയാണ്. ഈ സഹാബി പറഞ്ഞു, കദബ്ത വലാകിന്നക മുനാഫിഖ് ലാ ഉഖ്ബിറനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സഹാബി പറഞ്ഞു, നീ പെരുങ്കള്ളനാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെ കുറിച്ച് ഈ പറഞ്ഞത് കള്ളത്തരമാണ്, ഈ മുനാഫിഖാണ്. ഇടപെടേണ്ടടുത്ത് ഇടപെട്ടു, നീ മുനാഫിഖാണ്. റസൂലുള്ളാഹിനോട് ഞാൻ ഇത് പറയുക തന്നെ ചെയ്യും, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ ഇത് പറയുക തന്നെ ചെയ്യും. എന്നിട്ട് ആ സഹാബി ഓടി റസൂലുള്ളാഹിനെ അടുത്ത്. അവർ തബൂക്ക് യുദ്ധത്തിന്റെ സമയത്താണ്, യുദ്ധം തുടങ്ങിയിട്ടില്ല, റസൂലുള്ളാഹി കുറച്ച് അപ്പുറത്തുണ്ട്. ഈ സഹാബി ഓടിയിട്ട് ചെല്ലാണ്. അപ്പോ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ വിഷയം പറയുന്നു, റസൂലേ, ഒരു മുനാഫിക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബികളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എന്ന് റസൂലുള്ളാഹിനോട് അങ്ങോട്ട് പറയാൻ ചെല്ലുമ്പോഴേക്ക് അതിന്റെ മുമ്പന്നെ ആയത്തിറങ്ങി. അതിന്റെ മുമ്പന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി. ഗൗരവം ആലോചിച്ചു, എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കിയത്? അതെ, റസൂലേ, താങ്കൾ അവരോട് ചോദിച്ചാൽ വലഇൻ സഅൽതഹും ലയഖൂലുന്ന ഇന്നമാ കുന്നാ നഖൂദു വനൽഅബ്, എന്താണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്, ദീനിനെ കളവാക്കുന്നത്, ദീനിന്റെ പ്രമാണങ്ങളെ, ദീനിന്റെ അതേപോലെ തന്നെ റസൂലുള്ളാഹിന്റെ സഹാബത്തിനെ എന്താ നിങ്ങൾ ഇങ്ങനെ കളവാക്കുന്നത്, തമാശ പറയുന്നത് എന്ന് ചോദിക്കുമ്പോ അവർ പറയുകയാണ്, ഞങ്ങൾ തമാശക്ക് പറഞ്ഞതാണ്, കാര്യത്തിൽ പറഞ്ഞല്ല റസൂലേ, ഞങ്ങൾ തമാശക്ക് പറഞ്ഞതാണ്, ഞങ്ങൾ അങ്ങനെ കാര്യത്തിൽ പറഞ്ഞു ഒന്നല്ല, തമാശക്ക് നമ്മൾ അങ്ങോട്ട് ഇങ്ങനെയൊക്കെ പറയില്ലേ, ഇവര് വലിയ കള്ളന്മാരാട്ടാ, ഇവര് ഭയങ്കര തീറ്റിപ്പണ്ടാറങ്ങളാന്നൊക്കെ പറയില്ലേ, ഏയ് തമാശക്ക് പറഞ്ഞതാണ് എന്ന് ഈ മുനാഫിക്ക് പറയുന്നു. എന്നിട്ട് വിശുദ്ധ ഖുർആൻ അതേ വാക്കെടുത്തു. അല്ലാഹു പറയാണ്, താങ്കൾ അവരോട് ചോദിച്ചാൽ അവർ പറയും, ഇന്നമാ കുന്നാ നഖൂദു വനൽഅബ്, ഞങ്ങൾ തമാശക്ക് പറഞ്ഞാണ്, ഞങ്ങൾ കളി വിനോദമായി പറഞ്ഞതാണ്. നബിയെ അവരോട് ചോദിക്കുക, ഖുൽ, നബിയെ നിങ്ങൾ ചോദിക്കുക, അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുൻതും തസ്തഹ്സിഊൻ, നിങ്ങൾക്ക് തമാശ പറയാൻ അല്ലാഹുവും അല്ലാഹുവിന്റെ ആയത്തുകളും അതേപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ടാണോ നിങ്ങൾ തമാശ പറയുന്നത്? ലാ തഅ്തദിറു ഖദ് കഫർതും ബഅദ ഈമാനിക്കും, ഇനി നിങ്ങൾ ഒരു എക്സ്ക്യൂസും പറയണ്ട, നിങ്ങളുടെ ഈമാനിന് ശേഷം നിങ്ങൾ കാഫിറുകളായി കഴിഞ്ഞിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി കഴിഞ്ഞിട്ടുണ്ട്. ഈ സഹാബിയുടെ എത്തുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ആലോചിച്ചു, ഇവിടെ എന്താ ഉണ്ടായത്? നോക്കുമ്പോ അല്ലാഹനല്ല, ഡയറക്റ്റ് അല്ലാഹനല്ല കളവാക്കിയത്, റസൂലുള്ളാഹിനല്ല, ആയത്തിനല്ല, സഹാബത്തിനാണ്. സഹാബത്ത് പറഞ്ഞ ആരാ? നമ്മുടെ ദീനിന്റെ ചിഹ്നങ്ങളാണ്. അവരെയാണ് ഈ മോശമാക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചത് എന്തെല്ലാം പറയുന്നത്, കാഫിറുകളാണ്, വിചാരികളാണ്, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെ കുറിച്ച്, മുആവിയ റളിയല്ലാഹുവിനെ കുറിച്ച് ഈ കൂട്ടർ പറയുന്നത് കാണാം. മുആവിയ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളുടെ കൂട്ടത്തിൽ ഏറെ ശ്രേഷ്ഠനായ സഹാബിയാണ്. ഈ മുആവിയ റളിയല്ലാഹുവിനെ കുറിച്ച് അദ്ദേഹം അധികാരമോഹിയാണ്. 10,000-കണക്കിന് സഹാബത്തിനെ കൊന്ന ആളാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും ശ്രേഷ്ഠവാനായ ഒരു സഹാബിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്.
അദ്ദേഹം കാഫിറാണ്. ഇതാരവിടെ എഴുതിയത്? ഇവിടെ ഷിയാക്കളെ എഴുതിയത്. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഈ എഴുതിയത് ഷിയാക്കളാണ്. ഷിയാക്കളുടെ ആദർശം അതാണ്. അതേ ആദർശം ഈ മതരാഷ്ട്രവാദക്കാരായ ആളുകൾ അതേ ആദർശം ജമാഅത്തെ ഇസ്ലാമി കടമെടുക്കുകയും പച്ച മലയാളത്തിൽ ഷിയാക്കളുടെ ആ വിഷലിപ്തമായ എഴുത്തുകൾ പച്ച മലയാളത്തിൽ പരിഭാഷപ്പെടുത്തുകയും ചെയ്തു. അതെന്നെ പരിഭാഷപ്പെടുത്തി പുസ്തകങ്ങൾ ഇറക്കി. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഈ ഷിയാക്കളുടെ പുസ്തകങ്ങൾ. സഹാബത്തിന് തെറി പറയുന്നത് ആരാ? മുആവിയ റളിയല്ലാഹു അൻഹു സഹോദരന്മാരെ. ആരാണ് മുആവിയ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ അമ്മാവൻ, എന്റെയും നിങ്ങളുടെയും അമ്മാവനാണ്. കാരണം റസൂലുള്ളാഹിന്റെ ഭാര്യയെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ അദ്ദേഹത്തിന്റെ പെങ്ങളാണ്. നമ്മുടെ ഉമ്മയുടെ ആങ്ങളെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖാലുൽ മുഅ്മിനീൻ എന്ന് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ധാരാളക്കണക്കിന് ഹദീസ് ഉദ്ധരിച്ച ആളാണ്. ഒരുപാട് ഹദീസുകൾ ഉദ്ധരിക്കുകയും ഒരുപാട് ശിഷ്യന്മാരും ഉണ്ട്. അതേപോലെ തന്നെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഹദീസുകൾ റസൂലുള്ളാഹിയിൽ നിന്ന് ഉദ്ധരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹ്യിന്റെ എഴുത്തുകാരനാണ് അദ്ദേഹം. മക്കം ഫതഹിന്റെ മുമ്പ് തന്നെ ഇസ്ലാം സ്വീകരിച്ചു. മക്കം ഫതഹിന് ശേഷം ഇസ്ലാം സ്വീകരിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. പിന്നെ മക്കം ഫതഹിന് ശേഷം എന്തായി? പിന്നെ അവിടെ ജീവിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ ഗത്യന്തരമില്ലാതെ ഇസ്ലാം സ്വീകരിച്ചതാണ് എന്ന് ഈ കൂട്ടർ പറയും. അഊദു ബില്ലാഹി, എന്തൊരു ഗുരുതരമായ ആരോപണം പറയണം. മക്കം ഫതഹിന്റെ മുമ്പ് തന്നെ ഇസ്ലാം സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹീന്റെ എഴുത്തുകാരൻ, വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നത് എഴുതി വെക്കാൻ വഹീന്റെ എഴുത്തുകാരുണ്ടായിരുന്നു, അതിൽപ്പെട്ട ആളാണ്. അപ്പോ നിങ്ങൾ ആലോചിച്ചു, മുആവി ഇതുപോലെയുള്ള വഹീന്റെ എഴുത്തുകാരായ പ്രമുഖന്മാരായ സഹാബികളെ കുറിച്ച് ആരോപണം പറയുന്നതോട് കൂടി എന്തായി? ഖുർആനെ കുറിച്ച് ആരോപണം, ഖുർആനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയാണ്. ഇതാണ് ഷിയാക്കൾ ചെയ്ത പണി. അതന്നെ ഇവിടെ ചെയ്യണത് അതേ പണി. കാരണം പ്രമാണങ്ങളെ സംശയത്തിന്റെ നിഴലിൽ നിർത്താം, ഹദീസുകൾ, ആയത്തുകൾ. അപ്പൊ ഈ കള്ളന്മാരായ സഹാബികളാണല്ലോ, ഇവരാണല്ലോ എഴുതിച്ച്, ഓലയാണല്ലോ എത്ര വലിയ ഉഷാറാക്കി പറയുന്നത്. അവരെ എഴുതിണ്ടാക്കിയതാണെങ്കിൽ പിന്നെ എന്ത് അടിസ്ഥാനമുള്ളത് എന്ന് തെറ്റിദ്ധരിപ്പിക്കുക. എന്നിട്ട് ജമൽ യുദ്ധവും സുഫീൻ യുദ്ധവും ഇങ്ങനെയുള്ള ഇല്ലാത്ത ഒരുപാട് മുനാഫിക്കുകളെ കൊണ്ടും അതുപോലെ തന്നെ ജൂതനെ കൊണ്ടും ഉണ്ടായ പ്രയാസങ്ങൾ, അവിടെ ഉണ്ടായ പ്രതിസന്ധികൾ ഈ സഹാബികളുടെ പേരിൽ വെച്ച് കെട്ടുന്നു. നോക്കൂ, നിങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, എത്രത്തോളം മുആവിയ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അദ്ദേഹം അബ്ബാസ് റളിയല്ലാഹു അൻഹു മോനാണ്, ചെറിയ കുട്ടിയായിരിക്കെ, കുൻതു അൽഅബു, ഞാൻ അവിടെ മദീനത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫദഅനി റസൂലുള്ളാഹി, റസൂലുള്ളാഹിന്റെ അടുത്ത് അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ വിളിക്കും. എന്നിട്ട് പറഞ്ഞു, ഉദ്ഉലി മുആവിയ, മുആവിയനോട് എൻ്റെ അടുത്തേക്ക് വരാൻ പറയൂ, മുആവിയനോട് എൻ്റെ അടുത്തേക്ക് വരാൻ പറയൂ. എന്നിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, വകാനി യക്തുബുൽ വഹ്യ, അദ്ദേഹം വഹി എഴുതി വെക്കുന്ന ആളായിരുന്നു. അപ്പൊ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എഴുതേണ്ട സമയമാകുമ്പോൾ മുആവിയനോട് വിളിക്കാൻ പറയും. അങ്ങനെ ഞാൻ പോയിട്ട് മുആവിയ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു കൊണ്ടുവരും എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ഒരുപാട് മദ്ഹ് പറഞ്ഞ സഹാബികളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. ഒരുപാട് ലഖദ് താബല്ലാഹു അലൽ നബിയ്യി വൽ മുഹാജിരീന വൽ അൻസാർ, ഇതിൽപ്പെട്ട ആളാണ് മുആവിയ റളിയല്ലാഹു അൻഹു. അതേപോലെ തന്നെ വമാലക്കും അല്ലാ തുൻഫിഖു ഫീ സബീലില്ലാഹി വലില്ലാഹി മീറാസു സമാവാതി വൽ അർദ് ലാ യസ്തവി മിൻകും മൻ അൻഫഖ മിൻ ഖബ്ലിൽ ഫത്ഹി വഖാതൽ ഉലൈക അഅ്ലമു ദറജതൻ മിനൽ ലദീന അൻഫഖു മിൻ ബഅദ് വഖാതലു വകുല്ലൻ വഅദല്ലാഹിൽ ഹുസ്ന വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കം ഫതഹിന്റെ മുമ്പ് വിശ്വാസികളായ സഹാബത്തിന്റെ മേന്മ പറയുന്നു. മക്കം ഫതഹിന്റെ മുമ്പ് വിശ്വാസികളായ സഹാബികൾ ചെലവഴിച്ചതിലേക്ക് അവർ ചെലവഴിച്ച പോലെ നിങ്ങൾ എത്ര ചെലവഴിച്ചാലും അവർ ചെലവഴിച്ച പോലെ ആവൂല. അതേപോലെ തന്നെ അവർ മക്കം ഫതഹിന്റെ മുമ്പ് അല്ലാഹുവിന്റെ റസൂലിന്റെ പിന്നണി പോരാളികളായിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർ ജിഹാദ് ചെയ്തു. അതിനുശേഷം ജിഹാദ് ചെയ്തവർ അതുപോലെ ആവൂല. അവരുടെ മഹത്വം പറയാം. ആ മഹത്വത്തിൽ ആരുണ്ട്? മുആവിയ റളിയല്ലാഹു അൻഹു ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. റസൂലുള്ള പ്രാർത്ഥിക്കുന്നത് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അല്ലാഹുമ്മ ജഅൽഹു ഹാദിയൻ മഹ്ദിയ, പടച്ച റബ്ബേ അബൂ ഹുറൈറയെ ഹിദായത്തുള്ളവനാക്കണം, അബൂ ഹുറൈറയെ കൊണ്ട് ഹിദായത്ത് സിദ്ധിക്കുന്നവനാക്കണം. വഹ്ദിഹി വഹ്ദി ബിഹി, അഥവാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു നമ്മൾ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, പടച്ച റബ്ബേ ഞങ്ങൾക്ക് സിറാത്തുൽ മുസ്തഖീമിൽ ഞങ്ങൾ അണിചേർക്കണേ നമ്മൾ പ്രാർത്ഥിക്കുന്നു.
അബൂ ഹുറൈറയിൽ നേരായ ചൊവ്വായ മാർഗത്തിലാക്കണമേ, അദ്ദേഹത്തിലൂടെ ഹിദായത്ത് സിദ്ധിക്കുന്ന അവസ്ഥയുണ്ടാകണമേ. യഅനി മുആവിയ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. മറ്റൊരു സംഭവം കാണാൻ സാധിക്കും. നബി ഇർബാദ് ഇബ്നു സാരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല സമിഅതു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ യദൂ ഇല സഹൂർ. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹൂറിന്റെ സമയത്ത്, അത്തായ സമയത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഷഹ്ർ റമളാൻ, ഇതുപോലെ റമളാൻ മാസത്തിൽ, ഒരു റമളാൻ മാസത്തിൽ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്താഴം കഴിക്കാൻ വേണ്ടി എല്ലാ സഹാബികളെയും മദീനത്തെ പള്ളിയുടെ ചെരുവിൽ കിടക്കുന്നവരൊക്കെ വിളിക്കുകയാണ്. എന്താ റസൂലുള്ളാഹി പറയുന്നത്? ഹലുമ്മ ഇലൽ ഗദാഇൽ മുബാറക്. അനുഗ്രഹീതമായ ഭക്ഷണത്തിലേക്ക്. ഏതാണ്? അത്താഴം. അത്താഴം കഴിക്കാതെ കിടന്നുറങ്ങുന്ന ആൾക്കാരുണ്ട്. അത് നമ്മുടെ വിഷയമായി ബന്ധപ്പെട്ടതാണ്. അത്താഴം കഴിക്കാതെ കിടന്നുറങ്ങുന്നു. ഇന്ന് സുബഹിക്ക് വിളിച്ചാൽ മതിട്ടോ, അല്ലെങ്കിൽ 6 മണിക്ക് വിളിച്ചാൽ മതിട്ടോ. സ്ത്രീകളൊക്കെ ആണെങ്കിൽ ചില കുട്ടികൾ ഇന്ന് 6 മണിക്കാണ് വിളിച്ചാൽ മതി, സുബഹി അറ്റിനുമേ നിസ്കരിച്ചോളാം. അത്താഴത്തിന്റെ സമയത്ത് തിന്നാ പോകില്ല. ചില ആൾക്കാർ തിന്നാ പോകേണ്ട സഹോദര, ഒരു ഈത്തപ്പഴം കഴിച്ച് ഈ ബറക്കത്തെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. ഒരു മുറുക്ക് വെള്ളം കുടിച്ച് ഈ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തായ സമയത്ത് ബറക്കത്തുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മുബാറക്കായ ഭക്ഷണത്തിന് നിങ്ങൾ വരി എന്ന് റസൂലുള്ളാഹി വിളിക്കുകയാണ്. ഈ സമയത്ത് ഇർബാദ് ഇബ്നു സാരി റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമിഅതുഹു യഖൂൽ, ഞങ്ങളൊക്കെ വിളിച്ചിട്ട് റസൂലുള്ളാഹി അത്തായ സമയത്ത് വബിൽ അസാരി യസ്തഗ്ഫിറൂൻ, അത്തായ സമയത്ത് മുഅ്മിനീങ്ങൾ പ്രാർത്ഥനയിലാണ്, ഇസ്തിഗ്ഫാറിലാണ്. റസൂലുള്ളാഹി പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ അല്ലിംഹു മുആവിയത്തൽ കിതാബ്. പടച്ചോനെ മുആവിയക്ക് നീ എന്ത് കിതാബത്ത് പഠിപ്പിച്ചു കൊടുക്കണം. കാരണം എന്താ? റസൂലുള്ളാഹി നന്നായി പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹിന്റെ വഹീന്റെ എഴുത്തുകാരനാണ്. അത്തായ സമയത്ത് റസൂലുള്ളാഹി പ്രാർത്ഥിക്കണം മുആവിയക്ക് വേണ്ടി റളിയല്ലാഹു അൻഹു. വൽ ഹിസാബ്, അദ്ദേഹത്തിന് നീ കണക്ക് പഠിപ്പിച്ചു കൊടുക്കണമേ. വഖീൽ അദാബ്, അദ്ദേഹത്തെ നരക ശിക്ഷയിൽ തൊട്ട് കാക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതാണ് മുആവിയ റളിയല്ലാഹു അൻഹു. ഈ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് അദ്ദേഹം 10,000 സഹാബികളെ കൊന്ന ആളാണ്. അതേപോലെ തന്നെ അധികാരമോഹിയാണ്. അലി റളിയല്ലാഹു അൻഹു കൊന്ന ആളാണ്, കൊല്ലാൻ വേണ്ടി പദ്ധതി ഇട്ട ആളാണ് എന്ന് ഈ ഷിയാക്കൾ ഛർദ്ദിച്ചത്. ആ വിഷം ഇവിടെ തന്നെ എഴുതി മലയാളത്തിൽ, പച്ച മലയാളത്തിൽ എഴുതി വിടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ലാമിന് വേണ്ടി ജലമാർഗം വഴി യുദ്ധം ചെയ്യുന്ന ആളുകൾക്ക്, ആദ്യം യുദ്ധം ചെയ്യുന്ന ആളുകൾക്ക് സ്വർഗം ഉറപ്പാണ്. ഇസ്ലാമിന് വേണ്ടി അന്ന് ജലമാർഗം വഴിയില്ല, കപ്പലുകളില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ, ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലഘട്ടത്തിൽ ആ നിലക്ക് വന്നിട്ടില്ല. കരയുദ്ധമാണ് ഉണ്ടായിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവ്വലു ജയ്ഷിൻ മിൻ ഉമ്മതി യഗ്സൂനൽ ബഹറ ഖദ ഔജബു. എന്റെ ഉമ്മത്തിൽ ആദ്യമായി കൊണ്ട് ജലമാർഗം, കടൽ മാർഗം യുദ്ധം ചെയ്യുന്ന ആളുകൾക്ക് സ്വർഗം നിർബന്ധമായി. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് ഉണ്ടാവുന്നത് എന്ന് മാത്രമല്ല, അതിന്റെ നേതാവായിക്കൊണ്ട് അദ്ദേഹം ഖലീഫയാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഭരണാധികാരിയാണ്. അദ്ദേഹം മറ്റുള്ളവരെ യുദ്ധത്തിന് വിടല്ലേ ഇത്, അദ്ദേഹം ആ യുദ്ധത്തിന്റെ തലവനായിരുന്നു. നിങ്ങൾ ആലോചിക്കണം, ആ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം തുടങ്ങിയത് മാത്രമല്ല, ആ യുദ്ധത്തിന്റെ പട്ടാളത്തിന്റെ കൂട്ടത്തിൽ ഈ മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ചരിത്രം പഠിപ്പിച്ചു തരും. അപ്പൊ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് സഹാബികൾ, അവരുടെ ഫദ്ൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഒരുപാട് പഠിപ്പിച്ചു തന്നു. ഈ സഹാബികളെയാണ് മോശമാക്കുന്നത്. ഒരു സഹാബികളെ കുറിച്ച് നിങ്ങൾ തീറ്റ കൊതിയന്മാരാണ്, നിങ്ങൾ ഭീരുക്കളായി എന്ന് മുനാഫിക്ക് പറഞ്ഞപ്പോ അല്ലാഹ് ആയത്തിറക്കി. എന്താ പറയുന്നത്? നിങ്ങൾ തീറ്റ കൊതിയന്മാരാണ്, നിങ്ങൾ ഭീരുക്കളാണ് എന്ന് പറഞ്ഞ അല്ലാഹു ആയത്തിറക്കി. നിങ്ങൾ കാഫിറുകളായിരിക്കുന്നു എന്ന് പറഞ്ഞ ആയത്തിറക്കി. ഇന്ന് ഇവിടെ എന്താ പറയുന്നത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് എന്താ പറയുന്നത്? അലി ശരീഅത്തി എന്ന ഷിയ നേതാവ്, പണ്ഡിതനെ, ജാഹിലിയത്തിന്റെയും ഇസ്ലാമിന്റെയും ഇടയിലുള്ള ഇടക്കണ്ണിയാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ജാഹിലിയത്തിൽ നിന്ന് പോകുന്ന ഇസ്ലാമിക്ക് എത്തിയിട്ടില്ല, രണ്ടിന്റെ ഇടയിൽ പാലം കെട്ടിയ ആളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതിവിടെ പച്ച മലയാളത്തിൽ ഇവിടെ നമുക്ക് വായിക്കാൻ കിട്ടും. ഷിയ ഒന്നും മലയാളത്തിൽ എഴുതിയതല്ല, ആദർശമുള്ള ഒരു എഴുതിയതാണ്. ആരാണ് നമ്മൾ തിരിച്ചറിയണം, അവരെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അവരാണ് ഇവിടെ ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിക്കുന്നത്. നമുക്ക് സമസ്തക്കാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖബറുകൾ ആരാധിക്കുന്ന ആളുകളാണ്, ബിദ്അത്തും ശിർക്കും ഉണ്ടാക്കുന്ന ആളുകളാണ്. അവരെ നമ്മൾ ശരിക്കും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മൾ അറിയാതെ നമ്മുടെ അടുക്കള വരെ എത്തുന്ന ഈ ഷിയായിസം, ഈ ഇഖ്വാനിസത്തെ നമ്മൾ കരുതിയിരിക്കണം. ഇല്ലെങ്കിൽ നമ്മളെല്ലാം നോർമലൈസ് ചെയ്യും. സുന്നത്തിനോട് പ്രതിബദ്ധത ഉണ്ടാവില്ല, ആദർശത്തിനോട് കൂറുണ്ടാവില്ല. ഏത് ഷിയായിനെയും ന്യായീകരിക്കും. അവനെ മുത്ത് റസൂലുള്ളാഹിയാക്കിയിട്ട് ഷഹീദാക്കി ന്യായീകരിച്ചു കൊണ്ടെടുക്കും. പല അഭിപ്രായങ്ങളും നമ്മൾ പറയും. അതൊന്നും ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യണ്ടല്ലോ എന്ന് പറയും. എന്തിനാ ഇപ്പൊ പറയണത് എന്ന് ചോദിക്കും.
ഇപ്പുണ്ടായ ഹക്ക് ഇപ്പുണ്ടായ ബാത്തിനെ തിരുത്താൻ ഇപ്പൊ ശരിയായ ഹക്ക് പറഞ്ഞു കൊടുക്കണം. റമദാൻ മാസത്തിൽ നമ്മൾ പെരുന്നാളല്ലല്ലോ പറയുന്നത്. റമദാൻ മാസത്തിൽ റമദാന്റെ വിധികളും വിലക്കുകളും പറയും. അപ്പൊ ഓരോ സംഘം ഉണ്ടാകുമ്പോൾ അത് പറയും. ഹജ്ജിന്റെ സമയത്ത് ഹജ്ജ് പഠിപ്പിച്ചു കൊടുക്കും. അപ്പോ നമ്മൾ ഈ വിഷയം ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ പറഞ്ഞത് ദീനിന്റെ ഷിയാറുകളെ, ദീനിന്റെ ആയത്തുകളെ, ദീനിന്റെ നിർദ്ദേശങ്ങളെ പരിഹസിക്കുന്നതിനോട് കൂടെ ഇരിക്കുക, അതിന് 2ാം നമ്പറായി കാണുക. അതേപോലെ തന്നെ അതിനൊക്കെ നോർമലായിട്ട് അതൊന്നും ഇന്നത്തെ കാലത്ത് നടക്കൂലല്ലോ എന്ന് പറയാ, സഹാബത്തിനെ പരിഹസിക്കുക. ഇതൊക്കെ വലിയ ഗൗരവമായിട്ടുള്ള വില കൊടുക്കാൻ പറ്റാത്ത തെറ്റുകളായി പരലോകത്ത് വരാനുള്ളതാണെന്ന് മനസ്സിലാക്കുക. അതാണ് 1ാമത്തെ കാര്യം. ഞാൻ അവസാനിപ്പിക്കണം. 2ാമത്തെ കാര്യം കൂടുതലായി വിശദീകരിക്കാതെ അവസാനിപ്പിക്കാം. ഇതുമായി ബന്ധപ്പെട്ട കാര്യമല്ല. പ്രിയമുള്ളവരെ, നമുക്കൊക്കെ സംഭവിക്കുന്ന ഒരു വലിയ ഗുരുതരമായ പ്രശ്നമാണ്. നമ്മൾ അഖീദയെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. നമ്മൾ ഫിഖ്ഹുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ ക്ലാസ് എത്ര തുടർന്നു പോയാലും നമുക്ക് നിർത്താൻ കഴിയില്ല. അത്രത്തോളം വിഷയങ്ങൾ അഖീദയെ ബാധിക്കുന്ന 2-3 വിഷയങ്ങൾ എടുക്കാൻ നമ്മൾ വിചാരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് മോശം ചിന്ത വെച്ച് പുലർത്തുക. അങ്ങനെ ഉണ്ടാവും? അല്ലാഹനെ കുറിച്ച് മോശം ചിന്ത പുലർത്തുക? അതുണ്ടാവില്ലല്ലോ. നിങ്ങളൊരു വെറുതെ ഇല്ലാത്തൊരു കാര്യം പറയണം. എന്നാ കേട്ടോളി, നമുക്ക് പരീക്ഷണങ്ങളുടെ മേൽ പരീക്ഷണം വരും. നല്ല സുസ്ഥിതിയിൽ സാമ്പത്തികമായി നല്ല ജീവിതം നയിക്കുന്ന സമയത്ത്, പാറി നടക്കുന്ന സമയത്ത് ബിസിനസ് പൊട്ടിപ്പാളി. അതാണ് പൊളിഞ്ഞു. ഇവിടുത്തെ ബിസിനസ് പൊളിഞ്ഞു, ഗൾഫിലുള്ള പൊളിഞ്ഞു, എല്ലാം പൊളിഞ്ഞു. അതിന്റെ ഇടയിൽ ഭാര്യയ്ക്ക് രോഗം വന്നു, കിഡ്നി ഫെയിലായി. കടം കൊണ്ട് നിക്കക്കളില്ലാത്ത അവസ്ഥ. കടം വാങ്ങി കടക്കാരെ കൊണ്ട് പൊറുതിമുട്ടി. നമ്മൾ 5 വക്ത് നിസ്കാരം, അതേപോലെ തന്നെ നോമ്പും കാര്യങ്ങളും ഈ ഭാഗത്തൊക്കെ ഉള്ള ആളാണ്. 4-5 കൊല്ലം പരീക്ഷിക്കപ്പെടും. അപ്പോൾ നമ്മളെ മനസ്സിൽ നമ്മളോട് ഇങ്ങനെ ശൈത്താമെന്ന് പറയും, എന്താ പടച്ചോനോട് ഇങ്ങനെ ചെയ്യണം, എന്താ പടച്ചോനെ ഞാൻ പറഞ്ഞു കേൾക്കാത്ത, എന്തിനാ ഇങ്ങനെ ഇടങ്ങാറാക്കണം? ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് പല ആളുകളും. അള്ളാഹിനെ കുറിച്ച് പടച്ചറബ് എനിക്ക് ഇതൊക്കെ തരുള്ളൂ. എത്രയോ ദുനിയാവിന്റെ ആളുകൾ, നിസ്കാരം നോമ്പില്ലാത്ത ആളുകൾ, ദിക്റും ദുആകളില്ലാത്ത ആളുകൾ പാറി നടക്കണ. പടച്ചോനെ ചെക്ക് കൊടുത്തില്ലേ എന്റെ അനിയന്, അല്ലെങ്കിൽ എന്റെ ജ്യേഷ്ഠന്, എന്റെ അയൽവാസി, എന്റെ കുടുംബക്കാരൻ ഒലക്കത് അങ്ങനെ നടക്കണം. ഞാനും എന്റെ കുടുംബം എത്ര ദീനായി നടക്കുന്ന ആൾക്കാരാണ്. എന്താ പടച്ചോനെ ജിന്നോട് ഇങ്ങനെ ചെയ്യണം? അള്ളാഹിനെ കുറിച്ച് സുഉല്ലന്നു വെക്കുന്ന ആളുകൾ കുഫറാണ്. ഭയങ്കര ഗൗരവമായിട്ടുള്ള കാര്യം. റഹ്മാനായ റബ്ബിനെ തിരിച്ചറിയാത്ത ആൾക്കാരാണ്. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരീക്ഷണങ്ങളുടെ മേൽ പരീക്ഷണങ്ങൾ, പരീക്ഷണങ്ങളുടെ തീച്ചൂളകളിൽ പരീക്ഷിക്കപ്പെടുന്ന സമയത്ത്, പരീക്ഷണങ്ങളുടെ ആയക്കഴങ്ങളിൽ പരീക്ഷിക്കപ്പെടുന്ന സമയത്ത് മനുഷ്യന്മാരുടെ മനസ്സിന് വരുന്ന കാര്യം ഒരു മുഅ്മിന്റെ മനസ്സിന് വരൂല സഹോദരന്മാരെ. അപ്പൊ അതുകൊണ്ട് അത് വലിയ ഗൗരവത്തിൽ മനസ്സിലാക്കണം. നമ്മൾ അറിയേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു അടിമയെ ഇഷ്ടമാണെങ്കിൽ അല്ലാഹു പരീക്ഷിക്കും. ഒരു അടിമയെ അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ടാൽ അല്ലാഹു പരീക്ഷിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന ഇളമൽ ജസാഇ മാ ഇളമിൽ ബലാ. ഏറ്റവും കൂടുതൽ പരീക്ഷണമുള്ള ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം വാരി കൊടുക്കും. എന്തിനാ ഇവിടെ പരീക്ഷിക്കുന്നത്? പരലോകത്ത് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി. പരലോകത്തേക്ക് അള്ളാഹിന്റെ ഏറ്റവും നല്ല മുത്തക്കിയായ അടിമയായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു ഇവിടെ പരീക്ഷിക്കുന്നത്. അള്ളാഹു ഒരു കൂട്ടത്തെ, ഒരാളെ ഇഷ്ടപ്പെട്ടാൽ, ഒരു വിഭാഗത്തെ ഇഷ്ടപ്പെട്ടാൽ, ഇബ്തലാഹും അള്ളാഹു അവരെ പരീക്ഷിക്കും. ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണം കിട്ടിയ ആരാ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ. അത് കഴിഞ്ഞിട്ടോ ഫൽ അംസലു അൽ അംസൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റസൂലുള്ളാഹിയിൽ നിന്നും ഹദീസ് കാണാൻ സാധിക്കും, ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടത്. നോക്കൂ നിങ്ങൾ, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖുൽതു യാ റസൂലല്ലാഹ് അയ്യുന്നാസി അശദ്ദു ബലാ. റസൂലെ, ഏറ്റവും കൂടുതൽ പരീക്ഷണം ദുനിയാവിൽ കിട്ടിയിട്ടുള്ളത് ആർക്കാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഖാല അൽ അംബിയാ. ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷണം കിട്ടിയിട്ടുള്ളത് അംബിയാക്കൾക്കാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറയാണ്, എന്ത്? സുമ്മൽ അംസലു ഫൽ അംസൽ. പിന്നെ അവരുടെ തൊട്ട് താഴെയുള്ള ആളുകൾ, ഔലിയാക്കന്മാർ, സിദ്ദീഖീങ്ങൾ, സ്വാലിഹീങ്ങളായ ആൾക്കാർ. പിന്നെ അവരുടെ തൊട്ട് താഴെ, പിന്നെ തൊട്ട് താഴെയുള്ള ആളുകൾ. മനസ്സിലായില്ലേ? യുബ്തൽ റജുല അലാ ഹസ്ബി ദീനിഹി. ഓരോ മനുഷ്യന്മാരും അവന്റെ ദീനിന്റെ കാഠിന്യം അനുസരിച്ച് പരീക്ഷിക്കപ്പെടും.
നല്ല ദീനുണ്ടോ അള്ളാഹ് നല്ല പരീക്ഷണം തരും. എന്തിനാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടപ്പെട്ട ആളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നന്നായി പരീക്ഷിച്ച് അള്ളാഹു അവനെ നോക്കി, അവന്റെ ഈമാൻ ശക്തമാണോ നോക്കി, പടച്ച റബ്ബിനെ കുറിച്ച് മോശമുള്ള ചിന്തയുണ്ടോ നോക്കി അള്ളാഹു അവനെ പരലോകത്തേക്ക് വേണ്ടി ഒരുക്കുകയാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നടപടിക്രമമാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറയാണ്, വൈനല്ലാഹ തആല ഇദാ ഹബ്ബ ഖൗമൻ ഇബ്തലാഹു, ഒരു ഖൗമിനെ ഇഷ്ടപ്പെട്ടാൽ പരീക്ഷിക്കും. ഫമൻ റളിയ ഫലഹു റിളാ, ആ പരീക്ഷത്തെ ഒരാളെ ഇഷ്ടപ്പെട്ടു, തൃപ്തിപ്പെട്ടു, പടച്ചോൻ തന്ന നിന്റെ റബ്ബ് തന്ന എനിക്ക് ഖൈർ തരും, നിന്റെ റബ്ബ്, ഞാൻ മുഅ്മിനാണ്, നിന്റെ ഖൈർ എനിക്ക് റബ്ബ് തരും എന്ന് പറഞ്ഞ് തൃപ്തിപ്പെട്ടു, ക്ഷമിച്ചു, അല്ലാഹു വല്ലാത്ത പെരുത്തിഷ്ടായിരിക്കും. അള്ളാഹു അള്ളാന്റെ അങ്ങേയറ്റത്തെ ഇഷ്ടം അവരുണ്ട്. പ്രിയമുള്ളവരെ, പ്രിയമുള്ള സഹോദരിമാരെ, രോഗികളായിട്ടുള്ള ആളുകളെ, സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവരെ, മക്കളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവരെ, കുടുംബത്തെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ആളുകളെ, നിങ്ങൾ മുഅ്മിനീങ്ങളാണോ? നമ്മൾ ഈമാനുള്ളവരാണോ? നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ യഥാർത്ഥ അടിമകളാകാൻ ക്വാളിറ്റിയുള്ള ആളുകളാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൂടുതൽ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയാൽ മതി. പരീക്ഷണങ്ങൾ എമ്പാടും തരും. ഒമൻ സഖിത ഫലഹു സുഖ്, ആരെങ്കിലും അതിൽ പിന്നെ നിരാശപ്പെട്ട് കോപാലുവായിക്കൊണ്ട് അതിൽ ക്ഷമിക്കാതിരുന്നു, എന്താണ് പടച്ച റബ്ബിനോട് മോശപ്പെട്ട നിലപാടെടുത്തു, അല്ലാഹു ആ നിലപാടിലായിരിക്കും. നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. പരീക്ഷണങ്ങൾ വന്നാൽ, താങ്ങാൻ പറ്റാത്ത പരീക്ഷണങ്ങൾ വന്നാൽ മനുഷ്യന്മാരെടുക്കുന്ന നിലപാടാണ് പ്രിയമുള്ളവർ. നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൈസുബിൽ മുസ്ലിമി മിൻ നസബിൻ വലാ വസബിൻ, ഒരു മുസ്ലിമിനെ ബാധിക്കുന്നില്ല ക്ഷീണമോ പ്രയാസമോ, വലാ ഹമ്മിൻ വലാ ഹുസ്നിൻ, ദുഃഖമോ അതേപോലെ തന്നെ മനോവേദകളോ, വലാ അതിൻ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസമോ, വലാ ഹമ്മിൻ അല്ലെങ്കിൽ മാനസികമായ പ്രയാസങ്ങളോ ദുരിതങ്ങളോ കഷ്ടപ്പാടുകളോ, ഹത്ത ശൗകതി യുശാഖുഹാ, ഒരു മുള്ളു കുത്തുന്നത് പോലും, ഒരു മുള്ളൊന്ന് കോറുന്നത് പോലും, ഇല്ലാ ഗഫറല്ലാഹു ബിഹാ മിൻ ഖതായാഹു, അവന്റെ പാപങ്ങൾ അല്ലാഹു അതിലൂടെ പുറത്തു കൊടുക്കും. ഒരു മുള്ളു കോറി വിചാരിക്കാം, ഒരു മുള്ള് നിസ്സാരമായ പരീക്ഷണമാണ്, ഒരു ബുദ്ധിമുട്ടാണ്. അത് തന്റെ ജീവിതത്തിൽ, മുഅ്മിനിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പാപങ്ങൾ പുറത്തു കൊണ്ടേയിരിക്കുകയാണ്. ആരാണ് മുഅ്മിനായിരിക്കണം? മുഅ്മിനായിരിക്കണം എന്ന് കണ്ടീഷൻ ഉണ്ട് എന്നർത്ഥം. അപ്പോൾ നോക്ക് നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്, നിങ്ങൾ പരീക്ഷിക്കും. നിങ്ങളെ ഉറ്റവരുടെ മരണം, ഭാര്യ മരിച്ചു, ഭർത്താവ് മരിച്ചു, ഒരു ഫോൺ ഉണ്ട് വരികയാണ്, നിങ്ങളെ ഭാര്യ മരിച്ചു കേട്ടോ. സഹോദരിമാരെ, ഒരു ഫോൺ വരികയാണ്, രാവിലെ പോയ ഭർത്താവ് വണ്ടിയുടെ പോയതാണ് ജോലി സ്ഥലത്തേക്ക്, കോളേജിലേക്ക്, അങ്ങാടികളിലേക്ക്, മാർക്കറ്റിലേക്ക്, നമുക്ക് ഫോൺ വരികയാണ്, പോയി ഒരു മണിക്കൂറിന് ശേഷം നിങ്ങൾ ഇന്ന ആളാണ്, നിങ്ങളെ ഭർത്താവ് ഇവിടെ പിന്നെ ഇവിടെ ICUലാണ്, അല്ലെങ്കിൽ ഇവിടെ മോർച്ചറിയിലാണ്, കഴിഞ്ഞില്ല കഥ. കയ്യാനൊന്നുമില്ല, ഭർത്താവിന് തന്നത് പടച്ചോനാണ്, തിരിച്ചടിച്ചു, ഇത്രേ ഉള്ളൂ. മോ മരിച്ചു. വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി, പേടി കൊണ്ട് പരീക്ഷിക്കും. അല്ലേ, ഇന്ന് എത്രയോ രാജ്യങ്ങളിൽ യുദ്ധ ഭീകരമായ അവസ്ഥകളാണ്. നമ്മളൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് പരീക്ഷിച്ചിട്ടില്ല. എന്തെല്ലാം സഹോദരന്മാരെ, പ്രത്യേകിച്ച് നമ്മുടെ GCC രാജ്യങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സമാധാനത്തെ അല്ലാഹു വിട്ടു കൊടുക്കുമാറാവട്ടെ. യുദ്ധാന്തരീക്ഷം പൂർണ്ണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിച്ച് കൊടുക്കുമാറാവട്ടെ. അള്ളാഹിന്റെ ദീനിന്റെ ശത്രുക്കൾ അല്ലാഹു തകർക്കുമാറാവട്ടെ. അപ്പോ പേടി കൊണ്ട് പരീക്ഷിക്കും, വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും, നിങ്ങളെ സാമ്പത്തികമായ നഷ്ടം വരുത്തി പരീക്ഷിക്കും, അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുടെ, ഉറ്റവരുടെ, ഉടയവരുടെ മരണം കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും. നിങ്ങളുടെ വിഭവങ്ങൾ എടുത്തുകൊണ്ട് അല്ലാഹു പരീക്ഷിക്കും. ക്ഷമാലുക്കൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. ക്ഷമാലുക്കൾ അല്ലെങ്കിൽ എന്താ ആശ്ചര്യം, ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു. നമ്മൾ ക്ഷമിച്ചില്ല എന്ന് വിചാരിക്കുക, എന്നാ പരീക്ഷണം പോവോ? ഇല്ല, പരീക്ഷണം പോവോ? നമ്മൾ ക്ഷമിച്ചില്ല. നമ്മളിങ്ങനെ പറഞ്ഞിടന്ന് പടച്ചവനെ കുറ്റം പറഞ്ഞ് എല്ലാ നിസ്കാരവും എന്തെങ്കിലും ഒഴിവാക്കി, പിന്നെ എന്താ ഇങ്ങനെ നമ്മൾ കുറെ ചെയ്ത പ്രാർത്ഥിച്ചാണ്, ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞു നടന്നു. അതുകൊണ്ട് ഈ പരീക്ഷണം പോവോ? ഇല്ല, നേരം ക്ഷമിച്ചു, ഈ പരീക്ഷണം പോവും. ഒരു പൊൻപിറവി നമുക്കുണ്ടാകും, ഒരു സുപ്രഭാതം നമുക്കുണ്ടാകും. അതിന് പുറമെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരലോകം നമുക്ക് തരും. വബശ്ശിരിസ് സാബിരീൻ. എത്ര പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് സഹോദരന്മാരെ. അഹസിബന്നാസു യത്രകു അയ്യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. മനുഷ്യന്മാരെ ഞങ്ങൾ വിശ്വാസികളാണെന്ന് പറഞ്ഞ് അങ്ങനെ കേവലം വിശ്വാസികളായി ജീവിച്ചങ്ങനെ പോയി മരിച്ചു പോകാന്ന് വിചാരിക്കണ്ട. ഓല് പരീക്ഷിക്കപ്പെടാതെ പരീക്ഷിക്കപ്പെടും, വിശ്വാസം പരീക്ഷിക്കപ്പെടും. എല്ലാ നിലക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് പരീക്ഷണങ്ങൾ ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് കാണാൻ സാധിക്കും. ഒരു അറാബി, നല്ല തടിമടിക്കുള്ള, നമ്മളൊക്കെ ചെക്കന്മാരെ വാശി പറഞ്ഞ സിക്സ് പാക്ക് ഒരു സഹാബി, ഒരു അറാബി, നല്ല ഒരു പിന്നെ ആചാരബഹുവായ ഒരു മനുഷ്യൻ. അയാൾ ഇങ്ങനെ വന്നു റസൂലുള്ളാഹിന്റെ അടുത്ത്. റസൂലുള്ളാഹി അയാളെ കണ്ടു വിളിച്ചു. റസൂലുള്ളാഹി ചോദിച്ചു, അഖദതക ഉമ്മു മിൽദം, നിനക്ക് ഉമ്മു മിൽദം വന്നിട്ടുണ്ടോ? രോഗമാണ് ഉമ്മു മിൽദം. അപ്പൊ മനുഷ്യന് മനസ്സിലായി, എന്താ ഈ ഉമ്മുമിൽദം എന്താന്ന് ചോദിച്ചു. ഹർറുൻ യകൂനു ബൈനൽ ജിൽദി വൽ ലഹ്മി.
റസൂൽ ഇങ്ങനെ അത് വിശദീകരിച്ചു. അപ്പൊ പനിയാണ്, പനിയുടെ വേറെ വാക്കാണ് ഹുമ്മ എന്ന് പറയും അറബിയിൽ, അതിന്റെ വേറൊരു വാക്കാണ് ഉമ്മുൽ. പനി വന്നിട്ടുണ്ടോ, ശരീരം പിന്നെ ചൂടായി വിറയൽ വന്നു, അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ട്? എനിക്കത് വന്നിട്ടില്ല. ഏയ് മാ വജത്തു ഹാദഖത്ത്, എനിക്കിതിരെ പനിച്ചിട്ടല്ല. പിന്നെ റസൂൽ ചോദിച്ചു അൽ അഖദക സുദാ, നിനക്ക് സുദാ വന്നിട്ടുണ്ടോ? അപ്പോൾ ചോദിച്ചു എന്താ റസൂൽ, എന്താണ് സുദാ, എന്താണ് ഉമ സുദാ, എന്താണ് ഉമ സുദാ, എന്താ സുദാ എന്ന് ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, തലവേദനയാണ്, ശക്തമായ തലവേദനയുണ്ട്, തല പൊട്ടിപ്പൊളിയുന്ന വേദന വരുന്നു, ഭയങ്കര പ്രയാസം വരുന്നു, തല ഉയർത്താൻ വയ്യ. റസൂലുള്ളാഹിന്റെ സിഫാത്തുകളൊക്കെ പറഞ്ഞു. എനിക്കൊരു തലവേദന വന്നിട്ടില്ല. അങ്ങനെ ഫലമാവല്ല, അയാൾ പിന്തിരിഞ്ഞു പോയപ്പോൾ റസൂലുള്ളാഹി പറയുന്നു, മൻ അഹബ്ബ അൻ യൻദുറ ഇലാ റജുലിൻ മിൻ അഹ്ലി നാർ ഫൽയൻദുർ ഹാദർ റജുല. ഒരു നരകക്കാരനെ കാണുന്നുണ്ടെങ്കിൽ അച്ചങ്ങനെ നോക്കിക്കോളി. സുബ്ഹാനല്ലാഹ്. ഒരു നരകക്കാരനെ കാണുന്നുണ്ടെങ്കിൽ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു നല്ല ആരോഗ്യം കൊടുത്ത് അടിമടി കൊടുത്ത് ഒരു പരീക്ഷണമില്ല, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു നരകത്തിന് വേണ്ടി ഓനെ ഒരുക്കാണ്, കണ്ടോളി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് രോഗികൾ സന്തോഷിക്കുക. അതിന്റെ അർത്ഥം എന്താ? ഒരു രോഗമില്ല, ഒരു പരീക്ഷ നരകത്തിൽ അല്ല. അവിടെ പണ്ഡിതന്മാർ പറഞ്ഞു ബലിൽ മഖ്സൂദ് ബിഹാദിൽ ഹദീസ് വമാ ഫി മഅനാഹു അന്ന മിൻ അലാമാതി അഹ്ലിൽ ഈമാൻ കസ്റത്തുൽ ഇബ്തിലാഇഹി ഫി അജ്സാദി ബിൽ അസ്ഖാം വൽ ഔജാ തത്ഹീറൻ ലഹു. ഇതിന്റെ അർത്ഥം ഒരു രോഗമില്ലാത്ത നരകത്തേക്ക് നല്ല. ഈമാനിന്റെ അടയാളമാണ് എന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗം കൊടുത്തുകൊണ്ടും മറ്റുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടും ജൂ കൊണ്ടൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും. ഈമാനിന്റെ അടയാളമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നടപടിക്രമം അതാണ്. മഹാന്മാർക്ക്, അമ്പിയാക്കന്മാർക്ക്, ഔലിയാക്കന്മാർക്ക് എല്ലാ പരീക്ഷണം ഉണ്ടായിട്ട് ഓരാണ് ഏറ്റവും പരീക്ഷണത്തിന്റെ ഏറ്റവും വലിയ പിന്നെ പാത്രമായ ആൾക്കാർ, ബുദ്ധിമുട്ടിയ ആൾക്കാർ അവരാണ്. അതുകൊണ്ട് തന്നെ പിന്നെ അവർക്ക് ഇതുണ്ടാവും. അപ്പൊ അത് അതിന്റെ അടയാളമാണ്. ഈ മുനാഫിക്കീങ്ങൾക്കും കുഫാറുകൾക്കും ഇത് താരതമ്യേന കുറയും. അപ്പൊ മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരീക്ഷണങ്ങളൊന്നുമില്ല, നല്ല സുഖിച്ച് ദുനിയാവിന്റെ ആളായി ജീവിക്കുന്നുമുണ്ട്. പരീക്ഷണങ്ങളില്ല, ദുനിയാവിന്റെ ആളായി ജീവിക്കുന്നുണ്ട്. അവന്റെ കാര്യം കഷ്ടമാണ്, ബേജാറാണ്. പരീക്ഷണങ്ങളില്ല, ദീനിന്റെ ആളായി ജീവിക്കുന്നുണ്ട്, നല്ല ദീനാണ്, അൽഹംദുലില്ലാഹ്, അവനക്ക് സമാധാനം. എന്നാലും പരീക്ഷണങ്ങൾ കിട്ടിയ ദീനിന്റെ ആളാണെങ്കിലോ അവനക്ക് അവന്റെ പരലോകത്തിന് വേണ്ടി അല്ലാഹു അവനെ ഒരുക്കുകയാണ്. അതുകൊണ്ട് രോഗികൾ സന്തോഷിക്കുക. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇദാ അറാദല്ലാഹു ബിഅബ്ദിൽ ഖൈറ, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമക്ക് ഖൈർ ബി അബ്ദിൽ ഖൈറ, ഖൈർ തീരുമാനിച്ചാൽ, അല്ലാഹു അവനെ ഇഷ്ടപ്പെട്ടാൽ, ഖൈർ തീരുമാനിച്ചാൽ അജ്ജല ലഹു ഉഖൂബത ഫി ദുനിയ, ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കുറച്ച് ശിക്ഷകൾ കൊടുക്കും, പരലോകത്ത് അത് കൊടുക്കൂല. പരലോകത്ത് അവന്റെ തെറ്റുകളൊക്കെ പിന്നെ പുറത്തു കൊടുക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? ശിക്ഷകൾ കൊടുക്കും, പ്രയാസങ്ങൾ കൊടുക്കും, ദുരിതങ്ങൾ കൊടുക്കും. വൈദാ അറാദ ബി അബ്ദി ശർറ, എന്തൊരു സമാധാനം കിട്ടുന്ന ഹദീസാണ്. അല്ലാഹു ഇഷ്ടപ്പെട്ടാൽ അല്ലാഹു പരീക്ഷിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ട്, മനസ്സിന്റെ പ്രയാസങ്ങൾ, ശരീരം പിന്നെ കുറെ കാലമായി ഊരവേദന കൊണ്ടെടുക്കുന്നത്, മറ്റുള്ള പ്രയാസങ്ങൾ, എന്ത് സമാധാനമാണ് ഇതിനകത്ത് കൊടുക്കുന്നത്. അൽഹംദുലില്ലാഹ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമക്ക് ശർറ് തീരുമാനിച്ചാൽ അംസകൻഹു ബിദംബിഹി, അവന്റെ പാപങ്ങൾ അല്ലാഹു എടുത്തു വെക്കും, അതിന് ഒരു ശിക്ഷയും കൊടുക്കില്ല. ഇവിടുന്ന് ഒക്കെ പരലോകത്തേക്ക് പാത്തു, പരലോകത്തേക്ക് അത്താ യുവാഫി ബി യൗമൽ ഖിയാമ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും പരീക്ഷണമില്ലാത്തവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആഖിറത്തിൽ വലിയ വലിയ അല്ലാഹു സുബ്ഹാനഹു വ തആല അംബിയാ ഔലിയാക്കന്മാരുടെ കൂടെ സ്വർഗ്ഗം കരസ്ഥമാക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നോക്കൂ നിങ്ങൾ, ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ട പ്രവാചകന്മാരാണെന്ന് പറഞ്ഞു. മൂസാ നബിയും ഈസാ നബിയും നമ്മുടെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്രാഹിം നബിയും അയ്യൂബ് നബിയുടെ ഒക്കെ ചരിത്രം എന്താ? ഇബ്രാഹിം നബിയും റസൂലുള്ളാഹി ഒന്നും പറഞ്ഞില്ല. അയ്യൂബ് നബിയുടെ ചരിത്രം അങ്ങനെ തന്നെ കേട്ടിട്ടുണ്ടാവില്ല, എന്ന് സൂചിപ്പിക്കാൻ മാത്രം. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിന്റെ എല്ലാ സൗകര്യങ്ങളും കൊടുത്തൊരു പ്രവാചകനായിരുന്നു. അള്ളാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമയായിരുന്നു അയ്യൂബ്. അള്ളാഹു തന്നിലേക്ക് ചേർത്ത് അണച്ചു പിടിച്ചാണ് വിശുദ്ധ ഖുർആനിൽ അവതരിപ്പിച്ചത്. അത് വായിക്കുന്ന സമയത്ത്, ആ ആയത്തുകൾ വായിക്കുന്ന സമയത്ത് അതിന്റെ വിശദീകരണം അമാനി മൗലിന്റെ തഫ്സീർ വെച്ച് നമ്മൾ വായിക്കണം. എന്റെ അടിമയായ അയ്യൂബിനെ ഓർക്കണം, അദ്ദേഹം ഖേദിച്ചു മടങ്ങുന്ന ആളായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. എന്നിട്ട് അദ്ദേഹത്തിന് നല്ല സാമ്പത്തിക സുസ്ഥിതി ഉണ്ടായിരുന്നു. ഒരുപാട് മക്കളും ഭാര്യയും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളും നാട്ടുകാരൊക്കെ എല്ലാവരും അദ്ദേഹത്തിന് ചുറ്റും ഉണ്ടായിരുന്നു. കാരണം ഇഷ്ടം പോലെ സമ്പത്തുണ്ടായിരുന്നു, ഇഷ്ടം പോലെ അവർക്ക് കൊടുത്ത് എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളായിരുന്നു. രോഗം വന്നു, ഒരു ചർമ്മരോഗം, വളരെ അധികം ഒരാളും അടുക്കാത്ത രീതിയിലുള്ള ചർമ്മരോഗം അദ്ദേഹത്തിന് വന്നു. തൊലിക്കസുഖം വന്നു. 18 കൊല്ലം. 18 കൊല്ലം എല്ലാവരും പിരിഞ്ഞുപോയി. കുടുംബക്കാരില്ല, കൂട്ടുകാരില്ല, അയൽവാസികളില്ല, ഈ കിട്ടിയ ആൾക്കാർ എല്ലാവരും പോയി.
18 കൊല്ലം ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി ആ പ്രവാചകൻ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടിരുന്നു. അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. നിരാശ വന്നു, ഒരു നിരാശയില്ല. പടച്ചോൻ തന്നെ കേൾക്കാത്ത, ഞാൻ എന്നോട് എത്ര പറയുന്നുണ്ട്, ഞാൻ എന്റെ അടിമയല്ലേ, എന്താ ഈ എന്നോട് എന്റെ വാക്കിനൊരു വില കൊടുക്കാത്ത, എന്താ ഞാൻ എന്നോട് ചെയ്ത തെറ്റ്, എന്തിനാ ജീവൻ ഇങ്ങനെ കാട്ടുന്നത്? ഇതൊക്കെ നമ്മൾ സാധാരണ നമ്മൾ കേൾക്കുന്ന വർത്താനങ്ങളാണ് അല്ലേ? നിങ്ങൾ ആലോചിച്ചു, 18 കൊല്ലം ഒരു പ്രവാചകൻ തന്റെ ഭാര്യ മാത്രമായി തന്നെ നോക്കാൻ. ഒരു ഭാര്യ 18 കൊല്ലം അദ്ദേഹത്തിന്റെ എല്ലാം വൃത്തിയാക്കി കൊടുത്ത് തുടച്ച് വൃത്തിയാക്കി അദ്ദേഹത്തിന്റെ ഖിദ്മത്ത് ചെയ്യാൻ പറഞ്ഞു പോയിട്ടില്ല. ഭാര്യ പോയിട്ടില്ല, എല്ലാരും പോയി. അദ്ദേഹത്തിന്റെ ഭാര്യ രാവിലെ മുതൽ രാവിലെ പണിക്ക് പോകുന്ന അദ്ദേഹത്തെ പോറ്റാൻ വേണ്ടി ഭക്ഷണവും മരുന്നിനും വേണ്ടിയിട്ട് ഭാര്യ മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി ജോലിക്ക് പോയി ഭക്ഷണം കണ്ടെത്തി കൊണ്ടുവന്ന് കൊടുക്കുന്നു. 18 വർഷം. ഈ 18 വർഷം അദ്ദേഹം പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വ അയ്യൂബ ഇദ്നാദാ റബ്ബഹു അന്നി മസ്നിയൽ ദുർ വ അൻത അർഹമുർ റഹീമീൻ. പടച്ചോനെ, എന്നെ ദുർറ് ബാധിച്ചിരിക്കുന്ന റബ്ബേ, എനിക്ക് പ്രയാസം വന്നിരിക്കുന്ന റബ്ബേ, നീ അർഹമുർ റഹീമീൻ ആണല്ലോ. പടച്ചോനെ മാറ്റി തരണം കൂടി പറഞ്ഞില്ല, ഈ അർഹമുർ റഹീമീൻ ആണ്. എനിക്ക് ദുർറ് ബാധിച്ചു, എന്നെ ശൈത്താൻ ബാധിച്ചിരിക്കുന്ന റബ്ബേ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. മനസ്സിലായില്ല? എന്നിട്ട് അത്ഭുതമുണ്ടാകുന്നു. ഒരിക്കൽ തന്റെ ഭാര്യ അദ്ദേഹത്തെ മലമൂത്ര വിസർജനം നടത്തുന്ന സ്ഥലത്തേക്ക് കുറച്ച് ദൂരെയാണ്. അപ്പൊ അവിടെ വെള്ളമൊക്കെ കൊണ്ടു കൊടുത്ത് അദ്ദേഹത്തെ അവിടെ ആക്കിയിട്ട് പിന്നെ അദ്ദേഹത്താണ് പറഞ്ഞയക്കും. ഭാര്യ ഇവിടെ കാത്തു നിൽക്കും. അങ്ങനെ പോയിട്ട് എത്രയായിട്ടും അദ്ദേഹത്തെ കാണാനില്ല. അദ്ദേഹത്തെ കാത്തുനിന്ന് പിന്നെ അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ രോഗം മാറ്റി കൊടുക്കണം. അള്ളാന്റെ നടപടിക്രമം നോക്കണം. അള്ളാന്റെ ആളുകൾ അള്ളാഹ് അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ആ റബ്ബ് ഇന്നും ജീവിച്ചിരിപ്പുണ്ട് ഇവിടെ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം. നമ്മുടെ ജീവിതത്തിലും ആ റബ്ബ് ഇടപെടും. തീയിൽ നിന്ന് ഇബ്രാഹിം നബിയെ തണുപ്പാക്കി സംരക്ഷണമാക്കി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, കടലിൽ വളർത്തി മൂസാ നബിയെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അഗാധമായ പ്രയാസങ്ങളുടെ പീഡന പർവ്വതങ്ങളിൽ നിന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈ 18 കൊല്ലം കൊണ്ടു നടന്ന ചർമ്മരോഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ചെറിയ സമയം കൊണ്ട് ഭേദമാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത്, വിജനമായ സ്ഥലത്ത് വെച്ച് മലമൂത്ര വിസർജനത്തിന് തന്റെ ആവശ്യം നിർവഹിക്കാൻ പോയ സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തോട് പറഞ്ഞു, ഉർഖുൽ ബിരിജിലിക, നിന്റെ കാലുകൊണ്ട് മണ്ണിലൊന്ന് ചവിട്ട് അയ്യൂബേ. ഹദാ മുഗ്തസലും ബാരിദും വശറാബ്. അപ്പോൾ അതാ അതിൽ നിന്ന് ഒരു അരുവി നിർഗളിക്കുന്നു, അവിടുന്ന് ഒരു ഉറവയുണ്ടാകുന്നു. ആ ഉറവ കുടിക്കാനും അത് ശരീരത്തിൽ പുരട്ടാനും അല്ലാഹുവിന്റെ കൽപ്പനയുണ്ടാകുന്നു. അങ്ങനെ അദ്ദേഹം കുടിക്കുന്നു. പണ്ഡിതന്മാര് പറയുകയാണ്, അദ്ദേഹത്തിന്റെ ചർമ്മരോഗം പൂർണ്ണമായും നല്ല തൊലിവന്നു, എല്ലാ പ്രയാസവും നീങ്ങി. വീണ്ടും കുടിക്കുന്നു. മറ്റു ചില റിവായത്തിൽ കാണാം അദ്ദേഹത്തിന് വീണ്ടും അടിക്കാൻ പറഞ്ഞു. പിന്നെ വേറൊരു ഉറവയുണ്ടായി, അതിൽ നിന്നും കുടിക്കുന്നു, അത് ശരീരത്തിൽ പുരട്ടുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ആന്തരികമായിട്ടുള്ള ഉള്ളിലുള്ള പ്രയാസവും നീങ്ങി പോകുന്നു. എല്ലാ പ്രയാസവും നീങ്ങിപ്പോയിട്ട് അദ്ദേഹം കുറെ സമയമെടുത്ത് കുറെ വൈകിക്കൊണ്ട് ആ സ്ഥലത്ത് നിന്ന് തിരിച്ചു വരികയാണ്. ആ തിരിച്ചു വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ കുറെ തെരഞ്ഞു നോക്കി. അപ്പൊ ഒരു മനുഷ്യന്, സുന്ദരനായ ഒരു മനുഷ്യൻ ഇങ്ങനെ വരെ, യുവാവിനെ പോലെ നല്ല മനുഷ്യൻ ഇങ്ങനെ വരികയാണ്. ഈ സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ ചോദിക്കുന്നു, ബാറകല്ലാഹു ഫീകി, അല്ലാഹു താങ്കൾക്ക് അനുഗ്രഹം ചൊരിയട്ടെ. ഹൽ റഅയ്ത നബിയല്ലാഹി ഹാദാ മുബ്തലാ. അള്ളാന്റെ പ്രവാചകൻ അയ്യൂബ് നബി അങ്ങോട്ട് പോയിട്ടുണ്ട്. അദ്ദേഹത്തെ അവിടെ എങ്ങാനും കണ്ടോ? അങ്ങോട്ടാണല്ലോ പോയത്, കുറെ തെരഞ്ഞു നോക്കിയിട്ട് കാണാനില്ല. അദ്ദേഹത്തെ അവിടെ എങ്ങാനും കണ്ടിട്ടുണ്ടോ എന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ ചോദിക്കുന്നു. ഈ സമയത്ത് അവർ വീണ്ടും പറയുന്നുണ്ട്, എന്താണ്? ഹൽ റഅയ്ത നബിയല്ലാഹി ഹാദാ മുബ്തലാ ഫവല്ലാഹി അലാ ദാലിക മാ റഅയ്തു റജുലൻ അശ്ബഹ ബിഹി മിൻകാ ഇദ് കാന സഹീഹാ. താങ്കളെ പോലെ തന്നെ അദ്ദേഹത്തെ കാണാനുണ്ട്. താങ്കളുടെ ഒരു ഫേസ് കട്ടും അതേപോലെ തന്നെ കോലൊക്കെ കാണുമ്പോൾ താങ്കളെ പോലെ തന്നെയാണ്. ഈ എന്റെ ഭർത്താവ് രോഗം മാറിയിട്ടുണ്ടെങ്കിൽ താങ്കളെ പോലെ ആയിരിക്കും. അപ്പൊ ഇങ്ങനത്തെ ഒരാൾ അവിടെ കാണുന്നുണ്ടോ? നിങ്ങളെ പോലെ തന്നെ ഫേസ് കട്ടുള്ള ഒരാളെ അവിടെ കാണുന്നുണ്ടോ എന്നാ ചോദിക്കുന്നത്. അപ്പോ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ് തന്റെ ഭാര്യയോട്, ഞാൻ തന്നെയാണ്, ഫഇന്നി അനഹുവ, ഞാനാണ്. ആലോചിച്ച് നോക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇടപെടൽ. നിരാശയില്ല. എത്ര കാലമാണ് പ്രാർത്ഥിച്ചത്? ഒരിക്കലും നിരാശയില്ല പ്രിയമുള്ളവരെ. എന്നിട്ട് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും, അദ്ദേഹത്തിന് 2 ധാന്യപ്പുരകൾ ഉണ്ടായിരുന്നു, ബാർലിയുടെയും ഗോതമ്പിന്റെയും ധാന്യപ്പുരകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ 2 ധാന്യപ്പുരകളുടെ മുകളിലും റബ്ബ് സുബ്ഹാനഹു വ തആല 2 മേഘങ്ങളെ കൊണ്ടുവന്നു വെച്ചു. ഒരു മേഘത്തിൽ നിന്നും സ്വർണം
ഒരു മേഘത്തിൽ നിന്നും സ്വർണ്ണ മഴയായി പെയ്തു ധാന്യത്തിന്റെ കോലത്തിൽ, ഒരു മേഘത്തിൽ നിന്നും വെള്ളി മഴയായി പെയ്തു ധാന്യത്തിന്റെ കോലത്തിൽ. രണ്ടും അത് നിറഞ്ഞു. ദുനിയാവിൽ എന്തെല്ലാം ഐശ്വര്യങ്ങൾ അദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്നു, അതിന്റെ ഇരട്ടിയായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു. മക്കളെ കൊടുത്തു, അതേപോലെ തന്നെ ദുനിയാവിന്റെ സൗകര്യങ്ങളെ കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും നല്ല അടിമയായിരുന്നു. വവഹബ്നാ ലഹു അഹ്ലഹു, അദ്ദേഹത്തിന്റെ കുടുംബത്തിനെയൊക്കെ നാം നൽകി. വമിസ്ലഹു മാഹും റഹ്മത്തും മിന്നാ, നമ്മുടെ അനുഗ്രഹമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് എല്ലാം തിരിച്ചു നൽകി, അതിന്റെ ഇരട്ടിയായി നൽകും. ചിന്തിക്കുന്ന ആളുകൾക്ക് പാഠമാകാൻ വേണ്ടി, ചിന്തിക്കുന്ന ആളുകൾക്ക് ഓർക്കാൻ വേണ്ടി, ചിന്തിക്കാൻ വേണ്ടി, പാഠമാകാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ഭുതം കാണിച്ചു. മറ്റൊരു ആയത്തിൽ കാണാം, ആബിദീങ്ങളായ ആളുകൾക്ക് ഇബാദത്ത് എടുക്കാൻ ഞാനും നിങ്ങളും തയ്യാറുണ്ടോ പ്രിയമുള്ളവരെ? പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ അചഞ്ചലമായ വിശ്വാസം വെച്ച് പുലർത്തിക്കൊണ്ട് ഒരിക്കലും നിരാശയില്ല. എന്റെ റബ്ബ് എന്ത് തന്നാലും എന്നെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്, എന്റെ റബ്ബ് എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ അതിൽ തൃപ്തിയുള്ളവനാണ്. ആബിദായിക്കൊണ്ട് തന്നെ, ഇബാദത്തുള്ളവനായിക്കൊണ്ട് തന്നെ, ഈമാനുള്ളവനായിക്കൊണ്ട് തന്നെ, ഇഖ്ലാസ് ഉള്ളവനായിക്കൊണ്ട് തന്നെ, റബ്ബ് സുബ്ഹാനഹു വ തആലയെ അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ജീവിതത്തിന്റെ ഒരുപാട് കാലം കഴിച്ചുകൂട്ടിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ഭുതം കാണിച്ചു. വദിക്റാലിൽ ആബിദീൻ, ആബിദീങ്ങളായ ആളുകൾക്ക് ചിന്തിക്കാൻ വേണ്ടിയാണ്, പഠിക്കാൻ വേണ്ടിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അംബിയായിലും മറ്റുള്ള സൂറത്തിലും പഠിപ്പിക്കുന്നു. അപ്പൊ സഹോദരന്മാർ, ഇതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിതത്തിന്റെ അവസാനത്തിലെ കുട്ടി ഉണ്ടാണ്. റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, കുട്ടി കൊടുത്തില്ലേ? സക്കരിയ നബി അലൈഹി സ്വലാത്ത് ഭാര്യ മച്ചിയാണ്, പ്രസവിക്കാത്തവളാണ്. എനിക്ക് താങ്കൾക്ക് കുഞ്ഞുണ്ടാകുന്നു എന്ന് പറഞ്ഞപ്പോൾ പഠിച്ചോൻ എനിക്ക് എങ്ങനെ കുട്ടി ഉണ്ടാകുക? ഭാര്യ പ്രസവിക്കാത്തവളാണ്, പിന്നെ വയസ്സായിട്ടുണ്ട്. നര ബാധിച്ച് തലമുടി എന്തായിട്ട് കത്തിജ്വലിക്കുന്നുണ്ട്, എല്ലുകളൊക്കെ നുരുമ്പിയിട്ടുണ്ട്. റബ്ബേ, ഈ വയസ്സിന് എങ്ങനെ കുട്ടി ഉണ്ടാകുക? എന്നാലും ഞാൻ നിന്നോട് ചോദിക്കും. ഞാൻ ഒരിക്കലും നിന്നോട് ചോദിക്കാതെ നിരാശ ബാധിച്ചു പോകുന്ന ആളല്ല. ഇതായിരുന്നു. അപ്പൊ നിരാശ എന്നല്ല നമ്മുടെ വിഷയത്തിന്റെ ഒരു ഭാഗം കൂടിയാണ്. നിരാശ കാണിക്കുക, അള്ളാഹു ഇനി സ്വീകരിക്കുമോ? ഞാൻ എത്രയേ ചോദിച്ചത്, ഞാൻ എത്രയേ പഠിച്ചവനോട് പറഞ്ഞത്, എനിക്ക് എന്താ കിട്ടണില്ലല്ലോ? സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥന സ്വീകരിക്കുന്നത് 3 രീതിയിലാണ്. ഒരു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചാൽ അല്ലാഹു സ്വീകരിക്കും, യാതൊരു സംശയവുമില്ല, കട്ടായമാണ്. എങ്ങനെയാണ്? ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചോദിച്ചത് അപ്പം കൊടുക്കും. ഒന്നെങ്ങനെയാ? ചോദിച്ചത് അപ്പം കൊടുക്കും. രണ്ടാമതോ, ചോദിച്ചതിന്റെ പേരിൽ അയാൾക്കൊരു അദാബ്, പരീക്ഷണം, അതിനേക്കാൾ വലിയ പരീക്ഷണം അല്ലാഹു നീക്കിക്കളയും. അപ്പൊ ഞാൻ 4-5 കൊല്ലായി ചോദിക്കുന്നുണ്ട്, ഇന്റെ ഒരു അവസ്ഥ കണ്ടില്ല, ഞാൻ എത്രയെ പഠിച്ചവനോട് ചോദിക്കണം, ഇന്നിപ്പോ പഠിച്ചവനും വേണ്ടല്ലോ, ഇന്നൊന്നും ഇന്റെ പ്രാർത്ഥന കേട്ടൂടെ? എന്താ ഇന്റെ പ്രാർത്ഥന റബ്ബ് കേൾക്കാത്ത? നിരാശ പറയാണ് പഠിച്ചവനെ, ചീത്ത വെക്കാണ് പഠിച്ചവനെ കുറിച്ച്. അള്ളാഹു അത് സ്വീകരിച്ചു കഴിഞ്ഞു. എന്താ സ്വീകരിച്ചത്? അയാൾക്ക് വരേണ്ട വലിയ വലിയ പ്രയാസങ്ങളെന്ന് നീക്കി കളഞ്ഞു. ഇനി അതുമില്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് പ്രതിഫലം കൊടുക്കും. പക്ഷെ നമ്മളെ കണ്ണിൽ എന്താ? അള്ളാഹ് അപ്പ ചോദിച്ച അപ്പ തന്നെ തന്നാൽ നമുക്ക് ഉത്തരവുള്ളൂ. അതല്ല, അള്ളാഹ് ചോദിച്ചോ ഉത്തരം കൊടുക്കും. നമ്മൾ ഒരാൾക്ക് കുഞ്ഞില്ല, കുഞ്ഞിനുണ്ടാകാൻ വേണ്ടിയിട്ട് കല്യാണം കഴിഞ്ഞിട്ട് 25 കൊല്ലമായി ചോദിച്ചുകൊണ്ട് കിടക്കും, കുട്ടിനെ കൊടുത്തിട്ടില്ല. ഹൈറനായിരിക്കും, ആ മാതാപിതാക്കൾക്ക് ഷർറായിരിക്കും കുട്ടി. കഹ്ഫ് സൂറത്തിലെ കഥ അങ്ങനെയല്ലേ? സൂറത്തുൽ കഹ്ഫിലെ കഥ അങ്ങനെയാണല്ലോ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ എന്താണ്? കുട്ടിനെ കൊടുത്താൽ പ്രശ്നമായിരിക്കും, ചിലപ്പോ ആ ബിസിനസ് വിജയിച്ച പ്രശ്നമായിരിക്കും, ചിലപ്പോ ആ കല്യാണം നടന്നാ പ്രശ്നമായിരിക്കും, വേറെ കല്യാണം നടക്കും. അപ്പൊ നമ്മളെ കാഴ്ചയിൽ അപ്പ തന്നെ കിട്ടണം, അത് മാത്രമാണ് ഉത്തരം ചെയ്യാൻ. അല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനേക്കാൾ വലിയ അത് തന്നിട്ടുണ്ടെങ്കിൽ അടിമക്ക് ഹൈറല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ തരൂല. ചിലപ്പോ അപ്പൊ തന്നെ അത് തരും, ഹൈറാണ്. വേറെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രയാസങ്ങൾ നീക്കും. മൂന്നാമത് പരലോകത്തേക്ക് എടുത്തു വെക്കും. പണ്ഡിതന്മാര് പറയാണ്, പരലോകത്തേക്ക് എടുത്തു വെച്ചിട്ട് ഒരു അടിമ തന്റെ ഏടിൽ, തന്റെ തുലാസിൽ താൻ ചെയ്യാത്ത പ്രവർത്തനങ്ങൾ വമ്പിച്ച പ്രതിഫലമായി കാണുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് ആ മനുഷ്യൻ ചോദിക്കും, പടച്ചോൻ ഇതൊക്കെ എങ്ങനെയാണ് റബ്ബേ ഇത്ര വലിയ പ്രതിഫലം അൽഹംദുലില്ലാഹ് എങ്ങനെ കിട്ടിയത് എന്ന് ചോദിക്കുന്ന സമയത്ത് അവിടുന്ന് പറയപ്പെടുന്നുണ്ട്, ഇതൊക്കെ ഒരുപാട് പ്രാർത്ഥിച്ചില്ലേ, ഒരുപാട് ദുആ ചെയ്തില്ലേ, 5-10 കൊല്ലം ദുആ ചെയ്തില്ലേ, ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം ചെയ്തതാണ്, അതിന്റെ പ്രതിഫലമാണിത്. അപ്പൊ അവിടെ തരേണ്ട ആവശ്യമില്ല, അവിടെ തരാതെ എടുത്തുവെച്ചതാണ്, പരലോകത്തിന് വേണ്ടി എടുത്തുവെച്ചാണ്. ഈ മനുഷ്യൻ ആഗ്രഹിക്കുമെന്നാണ്. എന്താണ് ഈ മനുഷ്യൻ ആഗ്രഹിക്കുമെന്നാണ്? പടച്ചോനെ, ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിനും ഉത്തരം കിട്ടാതിരുന്നെങ്കിൽ എത്ര നന്നായേനെ. ദുനിയാവിലെ ഉത്തരം കിട്ടാതിരുന്നെങ്കിൽ എത്ര നന്നായേനെ. ഉത്തരം കിട്ടാതിരുന്നെങ്കിലോ ഇതിനൊക്കെ കൂലി കൂടുന്നു കിട്ടുമായിരുന്നു. അജാതി പ്രതിഫലം നമുക്കൊരിക്കലും സങ്കല്പിക്കാൻ വയ്യല്ലോ. ഈ റഹ്മാനായ റബ്ബിനെ എങ്ങനെ നമ്മൾ ചിന്തിക്കും? ഈ റഹ്മാനായ റബ്ബിനെ കുറിച്ച് നമ്മൾ എങ്ങനെ നമുക്ക് കുറ്റം പറയാൻ സാധിക്കും? അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പടച്ചോ എന്ന് കേൾക്കണില്ല,
ഇപ്പോൾ ഞാൻ എത്രയോ ഭാഗത്ത് മുത്തക്കിയായ മനുഷ്യൻ ദീനിയായി നടക്കുന്നു, എന്നിട്ട് എന്നോട് ഇങ്ങനെയാണല്ലോ ചെയ്യുന്നത്. അന്ന് നിരാശയുടെ വർത്താനം പറയരുത്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നിരാശപ്പെട്ടിട്ടില്ല. യൂസുഫിനെ നഷ്ടപ്പെട്ടു വർഷങ്ങൾക്ക് ശേഷവും ബിന്യാമീനെ നഷ്ടപ്പെടുമ്പോഴും ബിന്യാമീനെ തിരഞ്ഞു നോക്കാൻ വേണ്ടി പോകുന്ന സമയത്തും പോയി നോക്കാൻ പോകുന്ന സമയത്തും യൂസുഫിനെ കൂടെ നോക്കണം കേട്ടോ. എന്നിട്ട് ആ വാപ്പ പറഞ്ഞു കൊടുക്കണം, മക്കളെ നിരാശപ്പെടല്ല, റഹ്മാനായ റബ്ബിന്റെ വിഷയത്തിൽ റഹ്മാനായ റബ്ബിന്റെ പിന്നെ റഹ്മത്ത് കിട്ടും എന്നുള്ള നിരാശപ്പെടുന്നത് കാഫിറുകളാണ് മക്കളെ. അതുകൊണ്ട് മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം, നിരാശപ്പെടല്ലേ. യൂസുഫിനെ നമ്മൾ കണ്ടെത്തിയില്ലേ? അത്ഭുതകരമായ രീതിയിൽ കണ്ടെത്തിയില്ലേ? ബിന്യാമീനെ കണ്ടെത്തിയില്ലേ? ഇത് ആ റബ്ബ് ഇന്നുമുണ്ട് റബ്ബേ സുഹൃത്തുക്കളെ, ആ റബ്ബ് ഇന്നുമുണ്ട് സുഹൃത്തുക്കളെ. ഏതാണ്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. അതിന് നമുക്ക് എന്ത് വേണം? നമുക്ക് ഈ വിശ്വാസം, നമുക്ക് ഈ പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അറിഞ്ഞു മനസ്സിലാക്കി റബ്ബിൽ ഏറെ തഖ്വയുള്ള മുഅ്മിനീങ്ങളായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അടിയുറച്ച് വിശ്വസിച്ച് ആ തഖ്വ കരസ്ഥമാക്കി മുത്തഖികളായി ജീവിച്ചാൽ അതിനുള്ള ക്വാളിറ്റി ഉണ്ടാവും. അല്ലാഹുവിന്റെ ആളുകളാണുള്ള ക്വാളിറ്റി നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തരും. അത്തരക്കാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതും കേട്ടതുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ട ജീവിതം നയിച്ച് ഏറ്റവും നല്ല ദുനിയാവും നല്ല ആഹ്ലവും കിട്ടുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളിലും നമ്മുടെ സമ്പത്തിലും എല്ലാം അല്ലാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം കൊണ്ട് അനുഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ അംബിയാ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ സ്വർഗ്ഗം കരസ്ഥമാക്കാനുള്ള തൗഫീഖ് നമുക്ക് നമ്മുടെ കുടുംബത്തിനും എല്ലാം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ വഅദ്ഖിൽനാൽ ഫിർദൗസ യാ റബ്ബൽ ആലമീൻ, വഅദ്ഖിൽനാൽ ഫിർദൗസ യാ റബ്ബൽ ആലമീൻ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله وسلم على خير خلقه محمد وعلى آله وصحبه وسلم تسليما كثيرا. السلام عليكم ورحمة الله وبركاته.